നോട്ട് കറക്റ്റ് എടുക്കാച്ചിട്ടാണ്. അപ്പൊ ഇതുപോലെ മാക്സിമം 7-8 അല്ലെങ്കിൽ 8-9ന്റെ ഇടയിലൊക്കെ ആയിരിക്കും എന്റെ ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യാറ് ഈ ഈവനിങ്സ്. അപ്പൊ നമുക്കത് ടോപ്പിക്സ് വരുമ്പോ അത് കവർ ചെയ്യാലോ. അങ്ങനെ. ഓക്കെ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ക്ലാസ്സിൽ നമ്മള് ടെക്നിക്കൽ അനാലിസിസിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ പരിചയപ്പെട്ടു. നമ്മള് ചാർട്ട്സ് ആണ് അതിലേക്കാണ് മെയിൻ ആയിട്ട് പോകേണ്ടത്. കാൻഡിൽസ് ആണ് നമ്മളുടെ മെയിൻ ആള് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോണത്. ചാർട്ട്സിന് നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിലാണ്. അതിലൊരു കാൻഡിൽ എന്താണ്, കാൻഡിലിന് എന്തൊക്കെ പാർട്സ് ഉണ്ടാവും, ബോഡി, വിക്ക്, പിന്നെ ബോഡിയുടെ ആണെങ്കിൽ എങ്ങനെയാണ് ഓരോ കളർ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് ഗ്രീൻ ഓർ റെഡ് ആണ്. അതില് ഗ്രീൻ ഓർ റെഡ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്, ബോഡി എന്താണ് പറഞ്ഞു തരുന്നത്, വിക്ക് എന്താണ്, വിക്ക് നമ്മളോട് പ്രൈസ് റിജക്ഷനെ പറ്റി പറയുന്നു. പിന്നെ ഈ ബൈയിങ് സെല്ലിങ് അതിന്റെ ഡെപ്ത് ആരാണ് ആ ഒരു സമയത്തുള്ളത് എന്ന് കാണിച്ചു തരുന്നത്. ബോഡിയിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് എന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ ഈ പറയണതിൽ ഏതെങ്കിലും ഞാൻ ഇനി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ, അപ്പൊ പറയാം. പിന്നെ നമ്മള് എന്താണ് ട്രെൻഡിനെ പറ്റിയാണ് സംസാരിച്ചത് എന്നാണ് ഞാൻ നോക്കണേ. ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, അത് കഴിഞ്ഞാൽ നമ്മള് പിന്നെ സൈഡ് വേസ് ഓർ റേഞ്ച് ബൗണ്ട് എന്ന് പറഞ്ഞ ഓരോ ഇതിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. ഹൈ ലെവൽ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് നമ്മള് മനസ്സിലാക്കി. അത് ഞാനന്ന് പറഞ്ഞു തന്നത് ഒരു ഡൈനാമിക് സപ്പോർട്ട് അല്ല, സ്റ്റാറ്റിക് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതായത് നമ്മളോട് പ്രൈസ് പറഞ്ഞിരുന്നത്, പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പ്രൈസ് ഹിസ്റ്ററി വേണമെന്ന് നമ്മൾ പറഞ്ഞു. IPO ഒക്കെ ആയിട്ട് ലേറ്റസ്റ്റ് ആയി വന്ന സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുവരെ പറഞ്ഞതില് എന്തെങ്കിലും സംശയമുണ്ടോ? അപ് ട്രെൻഡ് മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പോ, ഒന്ന് പറയോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ ആണോ പറഞ്ഞത്? അതെ അതെ. അത് ഞാൻ കാണിച്ചു തരാം. ആരെ സുധീവൻ ഐഡിയിലുള്ളത്? എനിക്ക് പേര് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതാണ്. ആരാ അത്? അറിയില്ല. സരിക. ഓക്കെ. പേര് പെട്ടെന്ന് ഗ്രൂപ്പിലുള്ള ഒരു പേര് കണ്ടില്ല, അതുകൊണ്ടാട്ടോ ചോദിച്ചത്. ഓക്കെ ഫൈൻ. അപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണേ. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞോ നമ്മളതല്ലാതെ? ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വീഡിയോ പിന്നെ ജോബി വിട്ടിട്ടും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാ മതി. അതെന്തായാലും നമുക്ക് ആവശ്യമുണ്ടെന്ന് വേറെ കാര്യങ്ങൾ പറയുമ്പോൾ കുഴപ്പമില്ല. അത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല. ചാർട്ടിലേക്ക് ഒരു സത്യം പറയാൻ ബ്രോക്കർ ഓപ്പൺ ചെയ്തിട്ടില്ല, അതാണ് കാര്യം. ഏതെങ്കിലും ബ്രോക്കർ ഐ ഡി ലോഗിൻ ചെയ്യട്ടെ. അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ ആയാലും മതി. നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ നമ്മള് ചാർട്ട്സ് നോക്കാൻ അന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ബ്രോക്കറിന്റെ ഐഡിയിൽ പോയാലും എന്താ പറയാ, അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ ഡയറക്റ്റ് അതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിലായാലും പോയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാം. സോറി, ചാർട്ട്സ് കാണാൻ പറ്റും. പറഞ്ഞില്ലേ അതിനെപ്പറ്റി? നിങ്ങൾക്ക് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അതറിയാം. ഓക്കെ, 1 സെക്കൻഡാ. വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്, ഒന്ന് ഡോർ തുറന്നു കൊടുക്കട്ടെ. ശരി. ഓക്കെ, അപ്പോ ട്രേഡിംഗ് വ്യൂ ഉണ്ട്, IQ ചാർട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടി ട്രേഡിംഗ് വ്യൂ ആണ് കോമൺ ആയിട്ട് എല്ലാവർക്കും. ബ്രോക്കറിന്റെ ആപ്പിൽ അത് തന്നെയായിരിക്കും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുക.
ഞാൻ ജസ്റ്റ് ഒരു ബ്രോക്കർ ഓപ്പൺ ചെയ്തല്ലോ കേട്ടോ. ഏത് ബ്രോക്കർ ഐഡിയിൽ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ട്രേഡിംഗ് വ്യൂ ആണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് ബൈ ട്രേഡിംഗ് വ്യൂ എന്ന് കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് tradingview.com പോവാ. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ബ്രൗസറിൽ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണെങ്കിൽ അത് ജസ്റ്റ് ലോഗിൻ വിത്ത് ഗൂഗിളിൽ നിന്ന് കൊടുത്താലും മതി. അല്ലെങ്കിൽ അത് കൊടുത്ത് നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി കയറിയാൽ നിങ്ങൾക്ക് ഫ്രീ വേർഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ചാർട്ടൊക്കെ നോക്കി സേവ് ചെയ്ത് മാർക്ക് ചെയ്തൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിപ്പോ ഇതില് ട്രെൻഡ് എന്തായാലും ഞാൻ ഒന്ന് പറയാം. അപ്പോ 2 കാര്യങ്ങളാണ് ആദ്യം എന്ന് പറഞ്ഞു തുടങ്ങണേ. ടൈം ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞതാണ്. ട്രെൻഡ് എന്താണ് ട്രെൻഡ്? അതായത് നമുക്കത് പ്രത്യേകിച്ച് പ്രൈസ് മൂവ്മെന്റിന്റെ ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എങ്ങോട്ടാണ് യാത്ര എന്നുള്ളത്. അത് ഒരു സ്റ്റോക്കിനും ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ പ്രൈസിന്റെ മാർക്കറ്റ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയ പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒരു സ്റ്റോക്കിനും മാർക്കറ്റിൽ വൺ സൈഡ് മൂവ്മെന്റ് ഇല്ല. അതില് പ്രൈസ് ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് പോവും, അല്ലെങ്കിൽ താഴേക്ക് പോവും. പക്ഷെ ഈ രണ്ടും കണ്ടിന്യൂസ് നടക്കുകയില്ല. അതിനിടയിൽ ചില സമയങ്ങൾ നമ്മൾ കുറച്ചു നേരം നിൽക്കും. അതായത് പ്രൈസിന് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ഒരു ഏരിയ. ആ ഒരു ഇതിന് അതൊരു റേഞ്ചില് എന്ന് പറയും. അതായത് കുറച്ചു ദൂരം മാത്രം പ്രൈസ് മൂവ് ചെയ്യാം. ചിലപ്പോ അത് സ്റ്റോക്കുകളുടെ വില അനുസരിച്ചിരിക്കും. ചെറിയ സ്റ്റോക്കുകളാണെങ്കിൽ 5-10 പോയിന്റിനിടയിലായിരിക്കും. വലിയതാണെങ്കിൽ 100 പോയിന്റ്സിന്റെ റേഞ്ച് ആയിരിക്കാം. കുറച്ചുകൂടി വലിയ സ്റ്റോക്കുകളാണെങ്കിൽ 100-500 പോയിന്റ്. ഇപ്പൊ നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സുകളൊക്കെ ആണെങ്കിൽ റേഞ്ച് ബൗണ്ട് ചിലപ്പോൾ ഒരു 300 പോയിന്റ് 500 പോയിന്റിന്റെ ഇടയിലുള്ള മൂവ്മെന്റ് ഒക്കെ ആവാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും പ്രൈസിന് മുകളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല. ഈ മുകളിലേക്ക് പ്രൈസ് പോകുന്നതിനെ നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നു, പ്രൈസിന്റെ മൂവ്മെന്റിന്. അതുപോലെ തന്നെ താഴേക്ക് വരുന്നതിന് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നു, പ്രൈസ് താഴേക്ക് ഇറങ്ങി വരുന്നതിന്. ഇനി ഇത് കൂടാതെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഒരു സ്റ്റോക്ക് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഏറ്റവും കൂടുതൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ആളിലായിരിക്കും. പ്രൈസ് മൂവ്മെന്റിൽ ആയിരിക്കില്ല. അതാണ് റേഞ്ചിലുള്ളത്. സൈഡ് വേസ് ഓർ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറയും. അതായത് ഒരു ഏരിയയിൽ തന്നെ പ്രൈസ് മൂവ് ചെയ്യുക, അധികം ദൂരം പോവാതെ. ബാക്കി സമയത്ത് എന്താ പറയാ, പ്രൈസ് മുകളിലേക്കോ താഴേക്കോ പോവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണാം, ഇത് പ്രൈസ് എന്താണ് ചെയ്തത്, താഴേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം പ്രൈസിന് പ്രത്യേകിച്ച് ഒന്ന് കയറുന്നു ഒന്ന് ഇറങ്ങുന്നു, ഒന്ന് കയറുന്നു ഇറങ്ങുന്നു, ഒന്ന് കയറുന്നു ഇറങ്ങുന്നു. ഇങ്ങനെ കുറച്ച് നാള് സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ദിവസങ്ങളാണ് കേട്ടോ, ഡേ ടൈം ഫ്രെയിം ആണ്. അപ്പൊ അത്രയും സമയം അത് സ്പെൻഡ് ചെയ്ത് ഒരു പോയിന്റില് ഈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇതൊരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ നിന്നെങ്കിലും പിന്നീട് താഴേക്ക് വീണ്ടും വന്നു. താഴേക്കാണ് പിന്നീട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിച്ചു, അതുമല്ല അഗെയിൻ മുകളിലേക്ക് പോകുന്ന കാണിച്ചു. പിന്നീട് ഒരു നല്ല ബ്രേക്ക് ഡൗൺ ആണ് തന്നിരിക്കുന്നത്, താഴേക്കുള്ള മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ റേഞ്ചിൽ പോകുന്നതിന്, ഈ ഒരു റേഞ്ചിൽ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തതിന് നമ്മൾ എന്ത് പറയും? റേഞ്ച് ബൗണ്ട് ഓർ സൈഡ് വേസ്, WAYS സൈഡ് വേസ് മൂവ്മെന്റ് എന്ന് പറയും. ഇനി അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ കുറച്ചും കൂടി ഈ മൈനസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഫുള്ള് സൈഡ് വേസ് ആണ്, ഒരു റേഞ്ചിലാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് താഴേക്ക് ഇങ്ങോട്ട് വന്നു, പക്ഷെ ഇവിടെയാണ് ഈ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എന്ത് ട്രെൻഡാണ്? ഇതൊരു അപ് ട്രെൻഡ് ആണ്. അത് കഴിഞ്ഞ് ഇതൊരു ഷോർട്ട് പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. പിന്നെ അഗെയിൻ ഇവിടെ മുകളിലേക്ക് പോകുന്ന പോലെ പോയി, പക്ഷെ ഈ ഒരു ഏകദേശം ഒരു ഏരിയ ഇപ്പോ റെസിസ്റ്റ് ചെയ്തു. മുൻപത്തെ ഹിസ്റ്ററി പ്രകാരം അത് റെസിസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഒന്നും കൂടി താഴെ വന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്താണ്? ഒന്ന് സപ്പോർട്ട് എടുത്തു, പിന്നെ വീണ്ടും റെസിസ്റ്റൻസിന്റെ അവിടെ പോയി, പിന്നെ വീണ്ടും സപ്പോർട്ടിന്റെ അവിടെ വന്നു. ഇവിടെ റെസിസ്റ്റൻസ് എത്തുന്നില്ല, അതിന് മുമ്പേ ആള് നീങ്ങുന്നു, പിന്നെ പെർഫെക്റ്റ്ലി റേഞ്ച് ബൗണ്ട് ആയി. അത് കഴിഞ്ഞിട്ടാണ് ഒരു യാത്ര. പക്ഷെ ഇതിന്റെ ഇടയിൽ ട്രേഡ് തപ്പുന്നവർക്ക് ഉണ്ടാവാട്ടോ, ചെറിയ മൂവ്മെന്റ്സ് കിട്ടും, സ്വിംഗ് ഒക്കെ എടുക്കാം, അപ്പ് കിട്ടും, ഡൗണും കിട്ടും. ഡൗൺ പക്ഷെ ഇപ്പൊ FNOന് മാത്രമേ പറ്റുള്ളൂ, സെല് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പ് ട്രെൻഡും കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ സ്വിംഗ് കിട്ടുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് റെസിസ്റ്റൻസ് വരുമ്പോൾ വിടുക എന്നുള്ള ഒരു ലോജിക്ക് സൈഡ് വേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. ട്രെൻഡിങ് ആണെങ്കിൽ എന്താണ് ഗുണം? നമുക്ക് ആ ട്രെൻഡിനെ ഫുള്ള് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ച് റൈഡ് ഫുള്ള് ആയിട്ട് എടുക്കാൻ സാധിക്കും. ട്രെൻഡിന്റെ കാര്യം ക്ലിയർ ആണോ?
ഒന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ട്രെൻഡ് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്? ഇപ്പൊ വലിയ ടൈം ഫ്രെയിമിൽ നോക്കി നോക്കൂ. പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ടോ ഇതില് ട്രെൻഡ്? മന്ത്ലിയില് സ്റ്റോക്കിന് ഞാൻ കാണിക്കുന്നത് കാണുന്നില്ല ആർക്കും. ഇതില് ട്രെൻഡ് ഉണ്ടോ മന്ത്ലിയില്? മന്ത്ലിയില് ട്രെൻഡ് ഉണ്ടോ? ആരൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയണവരുണ്ട്? പ്രോപ്പർ ട്രെൻഡ് പറയാൻ പറ്റില്ല. മന്ത്ലി ഇപ്പൊ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. അത് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടുന്ന സപ്പോർട്ടിലാണ്. പക്ഷെ ഇനി ചിലപ്പോ ഇവിടെ നിന്ന് കേറിയാ ഇവിടം വരെ പോകും. അത് കഴിഞ്ഞ് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനി റേഞ്ച് ബ്രേക്ക് ചെയ്തു എന്ന് പറയാം. എങ്കിൽ കൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഇല്ല അപ്പൊ മന്ത്ലിയിൽ. പക്ഷേ ഇതേ സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ഡെയിലിയിൽ നോക്കിയപ്പോ എന്ത് കണ്ടത്? ഒരു നല്ല ഡൗൺ ട്രെൻഡ് കണ്ടത്. ഇനി അത് കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ എന്താണ് സ്റ്റോപ്പ് ചെയ്തു. ഇനി എന്താണ് നമുക്കറിയില്ല. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഓക്കെ, മന്ത്ലിയിലും ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇതൊരു സപ്പോർട്ടാണ് മന്ത്ലിയിലും, ഇവിടെ നിന്നൊന്ന് കയറാം. പിന്നീട് എന്ത് ചെയ്യണം? ഈ മുൻപത്തെ ഇതാണ് ഇനി റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിശ്വസിക്കുന്ന ഒരു സ്ഥലം. ആ റെസിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ ബ്രേക്ക് ചെയ്താൽ ഓക്കെ, ആ റേഞ്ചിലല്ല, ഇനി റേഞ്ചിലേക്ക് പോകുന്നില്ല, ആളെന്തോ ഒരു ട്രെൻഡിങ് മൂവ്മെന്റ് ചെയ്യാൻ ട്രൈ ചെയ്യണമെന്ന് പറയാം. പക്ഷെ അത് എളുപ്പം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ സൈഡ് വേസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ലോജിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? അത് കുറച്ച് നമ്മൾ സ്റ്റോക്കുകളെ വലിയ ടൈം ഫ്രെയിമിൽ നോക്കുക. വലിയ ടൈം ഫ്രെയിമിൽ ചിലപ്പോ ഇപ്പൊ നിഫ്റ്റി ഒക്കെ എടുത്ത് വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ട്രേഡ് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയാം. നിഫ്റ്റി വലിയൊരു ടൈം ഫ്രെയിമിൽ ഞാൻ മന്ത്ലിയിൽ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. നിഫ്റ്റി വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു മല്ലൂസിൽ ഒരു ചാർട്ട് വന്നിട്ടും കൂടിയുണ്ട്. ഒരു 10 ഇയേഴ്സിന്റെ ചാർട്ട് ഷെയർ ചെയ്തിരുന്നു. അതിലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. ട്രെൻഡ് ആണ്. നിഫ്റ്റിയിൽ ഒരു വേറെ ട്രെൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാനേ ഇല്ല. പക്ഷെ അതേസമയം നമ്മളൊരു ഡെയിലിയിലോ ഇതിലോ വരുമ്പോൾ നമ്മൾ കണ്ടതാണ് പലപ്പോഴും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, കയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു നല്ല റേഞ്ചിലാണ്. ഇപ്പൊ ഇന്ന് എന്താണ് നിഫ്റ്റി ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡെയിലിയിൽ എന്താണ് എന്ത് ട്രെൻഡാണ് റൈഡ് ചെയ്യണത്? ഇതൊരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഇതിന് ബീറ്റ് ചെയ്ത് മുകളിൽ പോകണം. ശരിക്കും ഇത് എന്താണ് കൂടെ ആണ്. അത് നമുക്ക് ഈ ചെറിയ ഇമ്മീഡിയറ്റ് ട്രെൻഡ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശരിക്കും എന്താണ് ഇവിടെ ആള് നടക്കുന്നത്? സൈഡ് വേസ് ആണ്. എപ്പോഴാണോ ഇത് ഈ റേഞ്ച്, അതുകൊണ്ടാണ് മാർക്കറ്റ് കുറെ നാളായിട്ട് ഒരു ഏരിയ വരുമ്പോൾ സപ്പോർട്ട് എടുക്കുന്നതും. ഇങ്ങനെ ഒരു വര വരച്ചു ഞാൻ. നിങ്ങൾക്ക് ബോക്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു വര ഞാൻ വരച്ചു. ഇതിന്റെ ഉള്ളായിരുന്നു കുറെ നാളായിട്ട്. ആള് ഈ ഒരു ഏരിയ വിടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോ എന്താ പറയാ, കഴിഞ്ഞ മുൻപത്തെ ഒരു അദ്ഹൈനെ ബ്രേക്ക് ചെയ്തു എന്നൊന്നും പറയണ തരത്തിലല്ലെങ്കിലും ഒരു ക്ലോസ് ഈക്വൽ ഒക്കെ തന്നിട്ടുണ്ട്. ബീറ്റ് ചെയ്തിട്ടുണ്ട്. വാല്യൂ ഇന്ന് കുറച്ച് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലോസിങ് അത് ഞാൻ തോന്നുന്നു 25 നമ്മുടെ മുൻപത്തെ. ഇപ്പൊ 28, ഒരു പൊടി മുകളിലാണ്. പക്ഷെ ഇത് റൈഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഒരു അപ് ട്രെൻഡിലേക്ക് മാറുമോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളൊന്ന് 1-2 ദിവസം കൂടി ഈ ടൈം ഫ്രെയിമിൽ ഒന്നും കൂടി നോക്കണം, വെയിറ്റ് ചെയ്ത് നോക്കണം. ഒരു ക്യാൻഡിലും കൂടി ഒക്കെ വരികയാണ് ഇതുപോലെ തന്നെയാണെങ്കിൽ, ബുള്ളിഷ് ആണെങ്കിൽ നിഫ്റ്റി റൈഡിന് പോവാണ്. ഇല്ല, ആൾക്കാരെയൊക്കെ പറ്റിച്ചിട്ട് ആള് ഒരു ക്യാൻഡിൽ ഇങ്ങോട്ട് വീണ്ടും വന്നാലോ? വീണ്ടും ആൾ എന്ത് റേഞ്ചിലേക്ക് തന്നെ വന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരു പോയിന്റ് ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്തൊന്നും നമുക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നിഫ്റ്റി ഇപ്പൊ എന്തിലാണ്? റേഞ്ച് ബൗണ്ടിൽ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിഫ്റ്റി ഒക്കെ കുറച്ചൊരു 1000 പോയിന്റ് 500 പോയിന്റ് റേഞ്ചിലൊക്കെ ഓടും. നമുക്കത് സൈഡ് വൈസ് ആണ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആ ഒരു എന്താ പറയാ, ഒരു വ്യൂവില് നോക്കാൻ ശ്രമിക്കണം. ഇപ്പൊ പെട്ടെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമീഡിയറ്റ് തോന്നുന്നത് അപ്പാണ്, അപ് ട്രെൻഡ് പോലെയാണ് തോന്നുന്നത്. എന്താ അത് മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അപ് ട്രെൻഡ് തന്നെയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇത് ബീറ്റ് ചെയ്ത് മുകളിൽ പോവാത്തിടത്തോളം ഒരു അപ് ട്രെൻഡിലേക്ക് കംപ്ലീറ്റ്ലി മാറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ഇനി പറയാൻ പോകുന്ന കാര്യമാണ്, നമുക്ക് മാർക്കറ്റില്, ഞാൻ മെയിൻ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പുള്ള കാര്യം ചോദിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാനിന് പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മള്
ട്രെൻഡിനെ ഒന്ന് റീക്യാപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വൺ സൈഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവില്ല. രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവും. അതിനിടയിൽ കുറച്ച് നാള് ഒരു ഏരിയയിലൊക്കെ നിൽക്കാം. ഇതിനൊക്കെ എന്താ പേര് പറയാന്നൊക്കെ പറഞ്ഞു. അപ്പോ ജനറിക് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിൽ നടക്കാൻ സാധിക്കുക. ഒന്ന് കണ്ടിന്യൂവേഷൻ, ഈ പ്രൈസ് മൂവ്മെന്റിൽ കേട്ടോ. സൈഡ് വേസിനെ ഒന്ന് മാറ്റി വെച്ചേക്കും ഇപ്പൊ തൽക്കാലം. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ നടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? കണ്ടിന്യൂവേഷൻ, അതായത് ആ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ റിവേഴ്സൽ എന്ന് പറയും. എന്താണോ ട്രെൻഡ് അതിൽ നിന്നൊരു മാറ്റം വരും. അപ്പൊ രണ്ട് തരത്തിലാണ്. ഒന്നില്ലെങ്കിൽ എന്താണോ ട്രെൻഡ്, ബേസിക്കലി എന്താണോ ട്രെൻഡ് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊരു ഇൻഡിക്കേഷൻസ് വരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണോ ട്രെൻഡ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരും. റിവേഴ്സ് ചെയ്യുക. അപ് ട്രെൻഡ് ആണെങ്കിൽ അത് എന്തായി മാറുന്നു? ഡൗൺ ട്രെൻഡ് ആവാനുള്ള സാധ്യത വരുന്നു. മറ്റേതാണെങ്കിൽ അപ് ട്രെൻഡ് തന്നെയാണെങ്കിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അല്ല ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പ്രൈസ് നമുക്ക് പറഞ്ഞു തരും. കുറെയൊക്കെ നമുക്ക് പ്രൈസിന്റെ ഇത് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കണ്ടിന്യൂവേഷൻ ആണോ റിവേഴ്സൽ ആണോ എന്ന്. പക്ഷെ ഈ കണ്ടിന്യൂവേഷന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി പേടി ഉണ്ടാവും. ഓടുന്ന ബസ്സാണ്, ആ ബസ്സിൽ സ്റ്റോപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ കയറുന്നത് മെയിൻ സ്റ്റോപ്പിൽ നിന്നാണോ, അതായത് ബസ് തുടങ്ങുന്നിടത്തുനിന്ന് ബസ്സിന്റെ ജേർണി അവസാനിക്കുന്ന റൂട്ട് അവസാനിക്കുന്നിടം വരെ പോകാൻ പറ്റണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നമ്മൾ ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ കയറിയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അത് ഓൾറെഡി കണ്ടിന്യൂവേഷൻ ആവുമ്പോൾ നമുക്ക് അത് ഉറപ്പായിട്ടും അറിയാം നമ്മൾ കയറുന്നത് ഇടയെന്നാണെന്ന്. ഇനി ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിന്, അതായത് ബസ് റൂട്ട് അവസാനിക്കണതിന് തൊട്ട് മുമ്പാണോ നമ്മൾ കയറണേന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ക്യൂപ്പിഡ് എന്നൊരു സ്റ്റോക്ക് കുറച്ച് നന്നായി റൈഡ് ചെയ്ത സ്റ്റോക്കാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ എല്ലാവരും ആ സ്റ്റോക്കിന്റെ പേര് കേൾക്കുന്നതുമാണ്. ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇന്നലെയോ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയ ഒരാളുണ്ടെന്ന് വിചാരിക്കും. അയാൾക്ക് ഇപ്പൊ ഇന്ന് ആ സ്റ്റോക്കില് എത്ര പേര് എനിക്ക് അറിയില്ല ശ്രദ്ധിച്ചോന്ന്, ഇന്ന് ആ സ്റ്റോക്ക് അത്യാവശ്യം നല്ലൊരു വീഴ്ച വീണിട്ടുണ്ട്. ആരുടെയും കയ്യിലുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. 52 വീക്ക് ഹൈ പോയിട്ട് നേരെ ഞാൻ പറഞ്ഞ ഓടുന്ന വണ്ടി ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതൊക്കെ കയറുമ്പോ വിഷമം ഉണ്ടാവും. നമുക്കറിയില്ല, ഈ ബസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലൊന്നും നമ്മൾ കയറിയിട്ടില്ല എന്തായാലും. പക്ഷെ ആ റൂട്ടിന്റെ എൻഡിങ് ഇവിടെയായിരുന്നു നമുക്ക് മുന്നേ അറിയില്ലല്ലോ. അപ്പൊ നമ്മള് ഇവിടെയൊക്കെയാണ് ചാടിക്കയറണ ഒത്തിരി പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഈ ഇത് കണ്ടാലും നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്യില്ല ലാഭമാണെന്ന്. എന്താ കാരണം? എല്ലാവരും ക്യൂപ്പിഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റോക്ക് ആണെങ്കിൽ നല്ല ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്രയും ഹൈപ്പുള്ള സ്റ്റോക്കില് വെറും 5% ഒരു 10% വാങ്ങിച്ച് ബുക്ക് ചെയ്യാൻ പലർക്കും മനസ്സ് വരില്ല, കിട്ടിയാൽ കൂടെ. നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ അതാ പറഞ്ഞ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ കയറിയവരാണെങ്കിൽ ഇന്ന് അവര് എത്ര പെർസെന്റേജ് ലോസിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. LC ആണ് അടിച്ചത്, ലോവർ സർക്യൂട്ട് അടിച്ചു. 20% ഉണ്ടോ? 20% ഉണ്ട് സ്റ്റോക്കിന്. LC എന്ന് പറഞ്ഞാൽ ലോവർ സർക്യൂട്ട്, UC എന്ന് പറഞ്ഞാൽ അപ്പർ സർക്യൂട്ട്. അറിയുന്ന വിചാരിക്കണോ, ജസ്റ്റ് ഒന്ന് പേര് പറഞ്ഞോ. അതായത് അന്നത്തെ ദിവസം ആ സ്റ്റോക്കിന് ഏറ്റവും മാക്സിമം എവിടെ വരെ പോവാം എന്നുള്ളതാണ് അപ്പർ സർക്യൂട്ട് പറഞ്ഞുതരാം. ലോവർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും താഴെ എന്ത് വരെ പോവാം. അത് നിങ്ങൾ ബേസിക്സിന്റെ ക്ലാസ്സിൽ ഉണ്ടാവും. ഇനി അഥവാ അറിയില്ലെങ്കിൽ വറി ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ അങ്ങനെയാണ് കണ്ടിന്യൂവേഷന്റെ പ്രശ്നം. പക്ഷെ റിവേഴ്സൽ അങ്ങനെയല്ല. നമുക്ക് ഏകദേശം വണ്ടി സ്റ്റാർട്ട് ചെയ്യണ പോയിന്റിന്റെ അടുത്ത് ഉള്ള സ്റ്റോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും. 1-2 സ്റ്റോപ്പൊക്കെ മിസ് ചെയ്താലും നമുക്ക് തുടങ്ങിയിട്ടുള്ള ജേർണി അത്യാവശ്യം റൈഡ് എൻജോയ് ചെയ്യാനും പറ്റും. നമുക്ക് ധൈര്യമായിട്ട് ആ സ്റ്റോക്കിനെ കയ്യിൽ പിടിക്കാം. സ്റ്റോപ്പ് ലോസ് ഇട്ട് കയറ്റി കൊണ്ടുപോയി കൂടെ. നമുക്ക് ഓരോ ദിവസവും അതിന് ഇങ്ങനെ ഇപ്പൊ ക്യൂപ്പിഡ് നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എടുത്തവരാന്ന് വിചാരിക്കും. ഒരു 235 നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു 320 ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടാണ് അതിന് റൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ജേർണി ഓരോ പ്രാവശ്യം ഓരോ ദിവസം കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ അതിന് അടുത്ത് തന്നെ GTT സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് വെക്കാൻ ഇപ്പൊ എല്ലാ ബ്രോക്കേഴ്സും നിങ്ങൾക്ക് അലോ ചെയ്യും. അതൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്ത് പോവായിരുന്നു. ഇപ്പൊ ഇൻ കേസ് ഇന്നലെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഈ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരാള് സ്റ്റോപ്പ് ലോസ് ഇവിടേക്ക് ഇട്ട് വെച്ചോണ്ട് നിൽക്കും ഒരു 490 അയാൾക്ക് ഇന്ന് 490 ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും, കുഴപ്പമില്ല, അയാൾ സ്റ്റിൽ ഇൻ പ്രോഫിറ്റ് ആണ്. അപ്പൊ അയാൾക്ക് ഏകദേശം ഇവിടെ നിന്നൊക്കെ കയറിയ ഒരാളാണെങ്കിൽ നല്ല ലാഭത്തിലല്ലേ. സംഭവം വണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. പക്ഷെ നമുക്ക് 1-2 സ്റ്റോപ്പൊക്കെ മിസ് ചെയ്തു എങ്കിലും നമുക്ക് ആ പാറ്റേൺ കറക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ ഈ കേസിൽ ഇല്ല കേട്ടോ, ഇതിൽ കണ്ടിന്യൂവേഷൻ ജേർണിയാണ്.
സോറി, ഞാൻ ഇവിടെ പറയുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്കപ്പോ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കണ്ടിന്യൂവേഷൻ, രണ്ടാമത്തെ ആള് റിവേഴ്സൽ. അപ്പൊ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സേഫ് ആണ്. അതായത് എന്താണോ ട്രെൻഡ് അതിലേക്ക് മാറുമ്പോ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടണം. അപ്പൊ നല്ലൊരു ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ഒക്കെ അപ് ട്രെൻഡിലേക്ക് മാറുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടുമ്പോൾ നമുക്കൊന്ന് ചെറിയ രീതിയിൽ വാങ്ങി നോക്കാനൊക്കെ ഒരു ധൈര്യം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നമുക്കൊരു ലോവർ ആണ്, അത് കുറച്ച് ഇനി എന്താ പറയാ സ്റ്റോപ്പ് ലോസ് ഇടാനായാലും നമുക്ക് എളുപ്പമായിരിക്കും. ഇതിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി ഓടുന്ന വണ്ടിയാണ്, കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ക്ലിയർ ആണോ ലോജിക്ക് പറഞ്ഞത്? എന്താണ് കണ്ടിന്യൂവേഷനും റിവേഴ്സലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന്? അപ്പൊ നമുക്ക് ഇതില് ഈ റിവേഴ്സൽ കണ്ടുപിടിക്കാനായിട്ട് പ്രൈസ് തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞു. അല്ല, കണ്ടിന്യൂവേഷനും പറഞ്ഞുതരും കേട്ടോ. കണ്ടിന്യൂവേഷൻ്റെയും പാറ്റേൺസ് ഉണ്ട്. റിവേഴ്സൽ ആയാലും നമുക്ക് കണ്ടുപിടിക്കാം. പ്രൈസ് നമുക്ക് കുറച്ച് ഇൻഡിക്കേഷൻസ് തരും. അത് എങ്ങനെയാ തരാൻ പറ്റുക? നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് വെച്ചിട്ടാണ്. കാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ചാർട്ടിനെ കാണുന്നത്. അപ്പോൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് വെച്ചിട്ടാണ് പലതരം ക്യാൻഡിലുകൾ ഉണ്ട് മാർക്കറ്റിൽ ഈ പ്രൈസിന്റെ മൂവ്മെന്റ് കാണിക്കുന്നത്. ഓരോ പാറ്റേൺസും നമുക്ക് എന്ത് പറഞ്ഞുതരാം, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് വരേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അവിടെ വരുമ്പോൾ മാത്രമാണ് ആ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ റെലവൻസ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ കാൻഡിൽ സ്റ്റിക്കിന് ആ പേരുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇത് ആ പേരുള്ള കാൻഡിലുകൾ നമുക്ക് ഈ ചാർട്ടിൽ എവിടെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇത് വരേണ്ട ചില സ്ഥലങ്ങളുണ്ട്, ഏരിയകളുണ്ട്. ആ ഏരിയയിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം റിവേഴ്സൽ ആണോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ വേറെ എന്താണ് നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കതൊന്ന് നോക്കിയാലോ എന്തൊക്കെയാന്ന്. ഓക്കെ, ഈ എന്തായാലും തുടക്കം തന്നെ ക്യൂപ്പിഡിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ക്യാൻഡിലിന് മുമ്പ് ഇത് പറഞ്ഞു പോവാം. ഇത്രയും നല്ല രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ, ഇതിലെ ബോഡിയാണ് ഓൾമോസ്റ്റ് ഫുൾ ബോഡിയാണ്. എനിക്ക് തോന്നുന്നു വിക്ക് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് കാണാനില്ല. ഇവിടെ ഒരു ബോഡി ഉണ്ടെന്നുണ്ടല്ലേ, എന്തോന്നൊരു സംശയം ഉണ്ട് ചെറുത്. ഇങ്ങനെ ഫുൾ ബോഡി വരികയാണ് ഒരു ക്യാൻഡിൽ എങ്കിൽ അതിനെ നമ്മൾ പേര് പറയും മർബൂസു എന്ന് പറയും. മർബൂസു ജാപ്പനീസ് ടേം ആണ്, അത് വേറൊന്നുമില്ല. മർബൂസു, ഇതിനെ ബ്ലാക്ക് മർബൂസു എന്നാ പറയാം. മർബൂസുവിൽ തന്നെ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബ്ലാക്ക് എന്ന് ഇതിനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ആരായിരിക്കും വൈറ്റ് എന്ന്. ഗ്രീൻ ആണ്, ഇങ്ങനത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അതിനെ വൈറ്റ് മർബൂസു പറയും. എന്താണ് മർബൂസു നിങ്ങളോട് പറഞ്ഞത്? മർബൂസു ഈസ് എ ക്യാൻഡിൽ വിത്ത് ഫുൾ ബോഡി. അതായത് ആ ക്യാൻഡിലില് ഒരു റിജക്ഷന്, അതായത് പ്രൈസ് റിജക്ഷൻ, ഒരു ഇൻഡിക്കേഷൻ പോലും കൊടുക്കാൻ നേരം കൊടുക്കാതെ ഫുള്ളി ഒരു കൂട്ടര്, അതാണ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന രണ്ടുപേര് ആരാണ്, ഇപ്പൊ അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നത് രണ്ടുപേര് ആരാണ്, ബയ്യേഴ്സും സെല്ലേഴ്സും. അപ്പൊ അതില് സെല്ലേഴ്സോ ബയ്യേഴ്സോ ഫുള്ളി അവരുടെ ഫുൾ ഇത് എന്താ പറയാ ഫുൾ അവരുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ, അവരാണ് ആ ഒരു ടൈമില് ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ ഫുള്ളി ഞങ്ങളാണ് അപ്പർ ഹാൻഡ് എന്ന് കാണിക്കുന്ന ഒരു പോയിന്റിൽ വരുന്നതാണ് ഈ മർബൂസു. അപ്പൊ ഈ കേസിൽ റെഡ് നമ്മളോട് ഇവിടെ എന്താണ് കാണിച്ചു തരുന്നത്? ഈ ക്യാൻഡിൽ എന്താണ് നമ്മളോട് പറയുണ്ടാവുക? ഫുൾ ബോഡിയാണെന്ന് വിചാരിച്ചോളൂ. ഒരു പൊടി വിക്കുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് മർബൂസുവിൽ പറയില്ല. പക്ഷെ എനിക്കിവിടെ ഉണ്ടോന്നൊരു സംശയമുണ്ട്. ഒരു പൊടി പോയിന്റ് ചെയ്യുമ്പോൾ കാണാനുണ്ടെന്ന് തോന്നുന്നു. ഹൈ ഒരു പൊടി വ്യത്യാസമുണ്ട്, ചെറുതായിട്ടുണ്ട്, 5 പൈസയുടെ വ്യത്യാസം ഉള്ളൂ കേട്ടോ. അല്ല 5 അല്ല, 1 രൂപ 5 പൈസ കറക്റ്റാന്ന് തോന്നുന്നു. ഓപ്പണും ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാനില്ലേ? ഞാൻ അന്ന് ഓപ്പൺ ഹൈ ലോ ക്ലോസ് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓ എന്ന് പറയുന്നത് റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് മുകളിലാണ് 525.90, ഹൈ 526.95 ആണ്. അപ്പൊ ഇത് മർബൂസുവിന്റെ കാറ്റഗറിയിൽ പെടില്ല കേട്ടോ. മർബൂസു ആണെങ്കിൽ എല്ലാവരും ഒന്നാ, ഹൈയും ഓപ്പണും ഒന്നായിരിക്കും. അതിപ്പോ റെഡിന്റെ ആണെങ്കിൽ ലോയും ക്ലോസും ഒന്നായിരിക്കും. അപ്പൊ ഇതില് ആരുടെ അപ്പർ ഹാൻഡാ കാണിക്കുന്നത്? ഇതില് ഫുള്ളി ഓക്യുപ്പൈഡ് ബൈ സെല്ലർ. ഞങ്ങളാണ് ഇവിടുത്തെ ഡോമിനേറ്റ് ചെയ്തത്, ഞങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാരെന്ന് കാണിച്ചിരുന്ന ക്യാൻഡിലാണ് മർബൂസു. ഇങ്ങനെ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. എന്തായിരുന്നു ഇതിന്റെ ട്രെൻഡ്? അപ് ട്രെൻഡ്. ഓക്കെ, അപ് ട്രെൻഡിന്റെ ഏകദേശം ഒരു പോയിന്റിൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് മന്ത്ലിയിൽ ഇട്ടാലും എന്തിലിട്ടാലും ഇതൊരു എന്താ പറയാ ഫുള്ളി അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ ഇതിന് ഹിസ്റ്ററി നോക്കി പറയാൻ പറ്റും? ഇവിടെ ഹിസ്റ്ററി ഉണ്ടോ ഈ പ്രൈസിന്? ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും മുൻപത്തെ റെസിസ്റ്റൻസോ എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക്?
ഇല്ല. അപ്പൊ ആ കേസിൽ നമുക്ക് ഇതാണ് നമുക്കൊരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ തരുന്നത്. അതായത് മന്ത്ലിയില് പറയാൻ പറ്റില്ല കേട്ടോ, മന്ത്ലി ക്യാൻഡിൽ തുടങ്ങിയിട്ടല്ലോ. നമുക്ക് ഡേയിലെ ക്യാൻഡിൽ പെർഫെക്റ്റ്ലി നമുക്ക് മനസ്സിലായി എന്താണെന്ന്. ഒരു മർബൂസു ആണ് ഉണ്ടാക്കിയത്, ബ്ലാക്ക് മർബൂസു. ഇത് ഈ കേസിൽ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ മർബൂസുനെ വിശ്വസിക്കേണ്ട വരും. മർബൂസു ആണ് നമുക്ക് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ് ഇത് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇൻ കേസ് പ്രൈസ് ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ 525 ഓർ 526 എന്ന് പറയുന്ന ആ ഏരിയ വിൽ ബി എ ഹെവി റെസിസ്റ്റൻസ്. ചിലപ്പോൾ 520 തൊട്ട് തന്നെ ആ റെസിസ്റ്റൻസ് ഇമ്പാക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഈ ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് കണ്ടോ, ഇതാണ് ഇൻഡിക്കേഷൻ, ഫസ്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് റിവേഴ്സൽ. അപ് ട്രെൻഡിൽ നിന്ന് ഞാൻ മാറാൻ പോവുകയാണ് എന്നൊരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ. പക്ഷെ ഇത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നാളെ മുതൽ സെല് ചെയ്യാനൊന്നും പറ്റില്ല. എന്തായാലും ഇത് സെല് ചെയ്യുമ്പോ ഈ സ്റ്റോക്കിൽ വാങ്ങിയ ആൾക്കാരുണ്ടാവില്ലേ, അവര് കുറച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോ ഒന്ന് തള്ളി നോക്കും, ശ്രമിക്കും മുകളിലേക്ക് ഒന്ന്. ചിലപ്പോ റീറ്റെയിലേഴ്സ് ആണെങ്കിൽ തള്ളലിന്റെ ശക്തി അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇന്ന് സെല് ചെയ്തവര് അത്യാവശ്യം വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവരുടെ സെല്ലിങ്ങിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ചിലപ്പോൾ ഇത് മുകളിലേക്ക് ഒന്നും പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല, താഴേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഒരു ദിവസം കൂടി നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്ത് നോക്കണം ഇതിന്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ടോ എന്ന്. കണ്ടിന്യൂവേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ സ്റ്റോക്കിന്റെ റിവേഴ്സൽ ഇസ് കൺഫേംഡ്. ഈ റിവേഴ്സലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവേഴ്സൽ അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ആക്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഇനി അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സ്റ്റോക്കില്. വേറെ പാറ്റേൺസിനൊക്കെ ഇത്തിരി കൂടി നിങ്ങൾക്ക് സമയം കിട്ടും. പക്ഷെ ഈ ഒരു പാറ്റേണിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഫാസ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഒരു എന്താ പറയാ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരു മൈൻഡ് തന്നെ പോവും, അയ്യോ ഇത്രയും ലാഭം കണ്ടിട്ട് അത് പെട്ടെന്ന് ഓൾമോസ്റ്റ് 25% ഒക്കെ 20% നഷ്ടത്തിലേക്ക് കാണുമ്പോൾ അത് ഹെവി ആയിരിക്കും എത്ര ലാഭം ഉണ്ടെങ്കിലും. അപ്പൊ ഇനി നാളെയോ അല്ലെങ്കിൽ ഇനി ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഒന്ന് കയറി പോവുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും അത് ഇനി ഇതിന്റെ മുകളിൽ കടന്നു പോകും എന്ന് വിചാരിച്ച് കയ്യിൽ വെക്കരുത്. ഇനി നമുക്ക് ഈ മർബൂസു ക്യാൻഡിൽ കഴിഞ്ഞ് ഇനി മുകളിലേക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ കൂടെ മേ ബി ഇറ്റ് വിൽ ബി എ ചാൻസ് ഫോർ യു ടു എക്സിറ്റ് ഫ്രം ദിസ് സ്റ്റോക്ക്. ബെറ്റർ ചാൻസ് തരികയാണ് ഒരു 1-2 പ്രാവശ്യം. ഇനി ഇതിന്റെ മുകളിൽ പോയി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഈ സ്റ്റോക്കിന് ഈ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇന്ന് 15 മിനിറ്റ്സിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഫുൾ മർബൂസ് വന്നിട്ട് രണ്ടാമതൊരു ഒന്നിട്ട് വെക്കുമ്പോ അറിയാൻ പറ്റും മേളി വരെ. 15 മിനിറ്റ്സിൽ വേറൊരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് 3 ക്യാൻഡിലിന് അത് ഫുള്ള് വന്നിട്ട് അല്ല, പക്ഷെ ഇത് കറക്റ്റ് ആണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ട്രെൻഡില് നമ്മള് ഈ മർബൂസു കാണേണ്ടത് ഇതൊരു നല്ല ട്രെൻഡ് ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു കുറച്ചു നാൾ ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇറങ്ങാനുള്ള സമയം തന്നിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമില്. നമ്മളത് വിശ്വസിക്കില്ല ഒരിക്കലും. നമ്മൾ ഇങ്ങനത്തെ റൈഡുള്ള സ്റ്റോക്കിൽ അത് വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ഒരുപാട് നേരം ആ സ്റ്റോക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പക്ഷെ നമ്മൾ ലാസ്റ്റ് കയറിയവരാണെങ്കിൽ എഗെയിൻ പോകും തന്നെ വിചാരിക്കുക. പക്ഷെ അല്ലാത്തൊരു കേസ് ആണെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള ഒരുപാട് സമയം കൊടുത്തിട്ടുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു 15 മിനിറ്റ്സിന്റെ ലാസ്റ്റ് ആദ്യം എൽ സി അടിച്ചിട്ട് പിന്നെ എനിക്കൊന്ന് 464 അത്രയും വരെ കണ്ട് പോയെന്ന് തോന്നുന്നത് തിരിച്ച്. ഇതാണ് എൽ സി അടിച്ചിട്ടാണ് 1 മണിക്ക് എൽ സി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചാണ് നോക്കിയായിരുന്നു. എപ്പോഴും നിങ്ങൾ ഒരിക്കലും മാർക്കറ്റ് നമ്മളെ പറ്റിക്കുന്നു ഒന്നും വിശ്വസിക്കരുത്. മാർക്കറ്റ് വിൽ ഗിവ് യു വൺ മോർ ചാൻസ് ടു എക്സിറ്റ്. എനിക്കറിയില്ല ക്യൂപിഡ് സ്റ്റോക്ക് വീണതിന്റെ റീസൺ. ഞാൻ ന്യൂസ് ഒന്നും കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് അതിനെ പറ്റി ഒന്നും കണ്ടില്ല. മോസ്റ്റ്ലി അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവാനാവാം സാധ്യത. എന്താ വെച്ചാൽ ഇത്രയും എത്തിയില്ല, അപ്പൊ ആളുകൾ ബുക്ക് ചെയ്യുള്ളൂ. മേ ബി അവർ വെയിറ്റ് ചെയ്യായിരുന്നുണ്ടാവാം, ഇയർ ഫസ്റ്റ് കഴിഞ്ഞിട്ടാവാം എന്നുള്ളത്. നോട്ട് ഷുവർ, എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും നെഗറ്റീവ് ചെറിയ ന്യൂസ് വന്നുകൊണ്ടാണോ, ഫേക്ക് ന്യൂസ് ആണോ, അതൊക്കെ ഇനി ദിവസങ്ങളിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ സ്റ്റോക്കിനെ പറ്റി ഒരു സംസാരം ഗ്രൂപ്പുകളിൽ കണ്ടപ്പോൾ ഞാൻ ആ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. വേറെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്തുകൊണ്ട് ഇത് എൽ സി അടിച്ചു എന്നുള്ളതൊന്നും. ഞാൻ പക്ഷെ ടെക്നിക്കലി പറയാണ്, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു റിവേഴ്സൽ പാറ്റേൺ ഒരിക്കലും എന്താ പറയാ കണ്ടു കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യരുത്. ദിസ് ഇസ് വൺ ഓഫ് ദ റിവേഴ്സൽ പാറ്റേൺസ്. ഇറ്റ്സ് എ മർബൂസു, ബ്ലാക്ക് മർബൂസു. നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പാറ്റേൺ പഠിച്ചില്ലേ എന്താണ് മർബൂസോ എന്നുള്ളത്? ഇനി ഇതുപോലെ തന്നെ
വൈറ്റ് മർബൂസു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ ആ വൈറ്റ് മർബൂസു നമ്മൾ എവിടെയാ കാണുക? ആര് പറയും എനിക്ക് ആൻസർ? വൈറ്റ് മർബൂസു പറഞ്ഞ ഗ്രീൻ ക്യാൻഡിൽ കേട്ടോ. ഇനി വൈറ്റ് എന്ന് പറയുമ്പോൾ കളർ കൺഫ്യൂഷൻ ആവണ്ട. പണ്ട് ചാർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. അപ്പോ ബ്ലാക്ക് എന്ന് പറയുന്നത് ഇപ്പൊ റെഡും വൈറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രീനും ആണ്. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് മർബൂസു വൈറ്റ് മർബൂസു മർബൂസു തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ എന്താണ്, എവിടെയായിരിക്കും നമ്മൾ ഇനി വൈറ്റ് മർബൂസു അല്ലെങ്കിൽ ഗ്രീൻ മർബൂസു കാണാൻ പോണേ? ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ട്രെൻഡിലോട്ട് വരുമ്പോൾ. ഓക്കെ, എത്ര പേര് ഇതിനോട് എല്ലാവരും എഗ്രി ചെയ്യാണോ? അല്ലെങ്കിൽ വേറെ ഒപ്പീനിയൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? സംശയമുള്ളവരുണ്ടോ? നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ IPO ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റിലെ ചിലപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ ആയിട്ട് അങ്ങനെ ഉണ്ടാവൂലേ? ഓക്കെ. പിന്നെ ഒപ്പീനിയൻ വേറെ സെയിം ആണോ? എഗ്രി ചെയ്യാണോ എല്ലാവരും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളില്? ഓക്കെ, വേറെ എന്തെങ്കിലും ഡിഫറെന്റ് വ്യൂസ് ഉണ്ടെങ്കിൽ പറയാട്ടോ. അപ്പോഴല്ലേ നമുക്കത് അറിയുള്ളൂ. സൈഡ് വൈസ് അപ് ട്രെൻഡിലേക്ക് പോകുമ്പോ ഓക്കെ, ഇപ്പൊ ഒരുവിധം എല്ലാവരും പറഞ്ഞതിൽ കണക്ട് ചെയ്യാം. ഈ IPOന്റെ കാര്യം ഞാൻ ലാസ്റ്റ് വരാട്ടോ. ഗ്രീൻ മർബൂസു കാണുക. അപ്പൊ എവിടെയായിരിക്കും? എല്ലാവരും പറഞ്ഞതിന്ന് ഒന്ന് മനസ്സിലാക്കാം, ഡൗൺ ട്രെൻഡിലാണ്. അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ഈ സൈഡ് വേസ് അങ്ങനെ തന്നെയാണോ ഉദ്ദേശിച്ചത് അതോ മുകളിലാണോ ഉദ്ദേശിച്ചത്? ഐ ഹോപ്പ് സൈഡ് വേസ് എന്ന് ഉദ്ദേശിച്ചതാണെങ്കിലും അത് ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ടുള്ള സൈഡ് വേസ് ആണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഒരു ഡൗൺ ട്രെൻഡ് നല്ല രീതിയിൽ വീണുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ പാറ്റേൺ തരുന്നതാണ് നെക്സ്റ്റ് ഗ്രീൻ മർബൂസു. നമ്മൾ ബ്ലാക്ക് മർബൂസു കണ്ടത് എവിടെയാണ്? അപ് ട്രെൻഡിന്റെ അവസാനത്തിൽ. നോർമലി അപ് ട്രെൻഡിന്റെ അവസാനം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പോയിന്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, സ്റ്റോക്കിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസിന്റെ ഏരിയയിൽ ഇത് കാണണം എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഈ സ്റ്റോക്കിനൊന്നും അത് അങ്ങനെ ഒരു ഏരിയ ഇല്ല. ഇതൊക്കെ അഡ്ഡായി പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിമിൽ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇപ്പൊ ഒരു സ്റ്റോക്ക് ഓൾറെഡി പ്രൈസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു റിവേഴ്സൽ പാറ്റേൺ നോർമലി കിട്ടേണ്ടത്. അവിടെ വെച്ച് മാത്രം ഇങ്ങനെ ഒരു ക്യാൻഡിൽ പ്രത്യക്ഷപ്പെട്ടാൽ മാത്രമാണ് ഇതിനെ നമ്മൾ ബ്ലാക്ക് മർബൂസു എന്ന് വിളിക്കുക. അതുപോലെ തന്നെയാണ് ഇനി ഇതൊക്കെ ഒരു സപ്പോർട്ട് അല്ല. ഇപ്പൊ ഇവിടെ ഒരു സപ്പോർട്ടാണ്. ഇനി ഈ സ്റ്റോക്ക് ഇങ്ങനെ താഴേക്ക് വന്നു, ഈ ഒരു ഏരിയയിൽ വന്നപ്പോ കുറച്ചു നേരം ഇവിടെ വന്ന് കുറച്ചു നേരം ഇവിടെ ഒന്നോ രണ്ടോ ഒരു ക്യാൻഡില് വേറെ ക്യാൻഡിൽസ് ഉണ്ടാക്കി, അതിനുശേഷം ഒരു ഗ്രീൻ മർബൂസ് വന്നാലും അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ വരച്ചു കാണിക്കണോ? അതായത് ഇങ്ങനെ വന്നു, ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ക്യാൻഡില് ഇങ്ങനെ വരികയാണെങ്കിൽ അതും നമുക്ക് ഇതൊരു സപ്പോർട്ട് ഏരിയ അല്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ഗ്രീൻ മർബൂസ് വരികയാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഗൈൻ എന്താണ്? ഇറ്റ്സ് എ റിവേഴ്സൽ പാറ്റേൺ. അപ്പോ ഗ്രീൻ മർബൂസു കാണുക ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിലും, റെഡ് മർബൂസു കാണുക ഒരു അപ് ട്രെൻഡിന്റെ അവസാനത്തിലാണ്. ഇത് നിങ്ങൾ കാണുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോ സപ്പോർട്ട് ഏരിയയിലോ ആണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് അതിന്റെ ആ കാണിക്കുന്ന ക്യാൻഡിലിനെ നമുക്ക് പെർഫെക്റ്റ്ലി ബിലീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും. അല്ലാത്ത ഏരിയയിൽ കാണുന്നതിന് നമുക്ക് ഒബ്സർവ് ചെയ്യാം ഒരു ഫോളോ അപ്പ് ഉണ്ടോ എന്ന് മാത്രം. ഓക്കെ, മർബൂസു ക്ലിയർ അല്ലേ? ഫസ്റ്റ് ടൈപ്പ് ക്യാൻഡിൽ നമ്മൾ പഠിച്ചത്. കാണേണ്ട സ്ഥലവും ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ഓക്കെ ആണോ? ക്ലിയർ ആയി. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ പഠിക്കാം. ഇനി ഈ മർബൂസു ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒക്കെ ഒന്ന് നമുക്ക് കാണിച്ചു തന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പൊ സാധാരണ രണ്ട് തരത്തിലുള്ള കളറുകളാണ് നമ്മൾ കൂടുതൽ കാണാറ്. നല്ല ഗ്രീൻ, നല്ല റെഡ്, അതായത് നല്ല രീതിയിൽ ബോഡിയുള്ള ക്യാൻഡിൽസ്. ഇനി ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോഡി ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാ വിക്കിന് ഭയങ്കര നീളമായിരിക്കും. വിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വിക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങനത്തെ ക്യാൻഡിൽസ്. അതിനെ നമ്മൾ പറയും ഡോജി എന്ന് പറയും. ഡോജി, ബോഡി വളരെ ചെറുതും വിക്ക് കൂടുതലുമായ ക്യാൻഡിൽസിനെ നമ്മൾ എന്ത് പേര് പറയും? ഡോജി. ജനറിക് ആയിട്ട് ഡോജി. എന്താണ് ഡോജിയുടെ പ്രത്യേകത? ഡോജിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു നല്ല ബോഡിയുള്ള റെഡ് ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു?
അവിടെ സെല്ലേഴ്സിന്റെ ഡോമിനേഷൻ. നല്ല രീതിയിൽ ബോഡിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്തിന്റെ ഫീൽ ചെയ്തു? ബയേഴ്സിന്റെ ഡോമിനേഷൻ. അപ്പൊ അങ്ങനെ അതുപോലെ ഞാൻ വിക്ക് വരുമ്പോഴും പറഞ്ഞു, വിക്ക് എന്തിന്റെയാണെന്ന് പറഞ്ഞു? പ്രൈസ് റിജക്ഷൻ. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ട് അങ്ങനെയാണ്. പക്ഷെ അവിടെ തന്നെ ഈ ബോഡി വളരെ ചെറുതും വിക്കാണ് കൂടുതലെങ്കിൽ അവിടെ നമുക്കൊന്നും പറഞ്ഞു തരാനില്ല. ബോഡിയാണ് നമ്മളോട് കുറെ കളർ കണ്ടിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ക്യാൻഡിലാണ് അല്ലെങ്കിൽ ആരാണ് അവിടെ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തതാണ്. ഇവിടെ പറയുന്നു ബോഡി ഇല്ല, ബോഡി വളരെ കുറവാണ്, വിക്കാണ് കൂടുതലെങ്കിൽ അവിടെ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവോ? പറയാൻ ഒന്നുമില്ല. അതിന് നമ്മൾ പറയും ഇൻഡിസിഷൻ ക്യാൻഡിൽ. പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാൻ ആ ക്യാൻഡിലിന് ഉണ്ടാവില്ല. അവിടെ ഡിസൈഡ് ചെയ്തിട്ടില്ല, ആരാണ് അവിടെ ഡോമിനേറ്റ് ചെയ്തതെന്ന് ഡിസിഷൻ വന്നിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ഡോജീനെ പരിചയപ്പെട്ടാലോ? ഡോജീനെ കാണിച്ചിടാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഈ PPT ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഒരു ഇത് വെച്ചിട്ട്. ഡോജിയിലേക്ക് പോവാണ് നമ്മൾ. ഡോജി എന്ന് പറഞ്ഞ ഇൻഡിസിഷൻ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ കണ്ടിട്ടില്ലേ നമ്മൾ ഇങ്ങനത്തെ ക്യാൻഡിൽ കുറെ മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് അനങ്ങാണ്ട് നിൽക്കുമ്പോഴാണ് കൂടുതലും ഈ ക്യാൻഡിൽ വരാറ്. അവിടെ എന്താ പറയണേ നമ്മളോട്? പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല, ആരാ അവിടെ ഉള്ളതെന്ന് പറയാം. എങ്ങനെയായിരിക്കും ഈ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടാവുക? നോർമലി ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ എന്ത് വേണം? ബയേഴ്സും സെല്ലേഴ്സും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എഗ്രി ചെയ്യണം. അതായത് നിങ്ങൾ ഓർഡർ ഇട്ട് വെച്ച പോയിന്റിൽ, അത് നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പ്രൈസിൽ ഓർഡർ ഇട്ടാൽ അപ്പുറത്ത് നിന്നും അതേ രീതിയിൽ ബൈ ചെയ്യാൻ ഇടുമ്പോൾ സെല് ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവണം. ആ ഒരു ഇത് നടക്കുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ട്രേഡ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ കേസിൽ, ഈ ഡോജിയുടെ കേസിൽ എന്താണ്? ഒരു വടംവലിയാണ്. രണ്ടു കൂട്ടരും ശക്തരാണ്. രണ്ടു കൂട്ടരും ഒരു സൈഡിൽ നിന്ന് ബൈ ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് സെല് ചെയ്യുന്നു. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ റെഡിയല്ല. ഒരു ടഗ് ഓഫ് വാറിന്റെ പാർട്ടാണത്. രണ്ട് സൈഡിൽ നിന്നും വലിച്ചുകൊണ്ടിരിക്കുക. സെന്ററിലുള്ള ആള് നീങ്ങോ എവിടേക്കെങ്കിലും? ആരെങ്കിലും ആൾ ജയിച്ചാൽ മാത്രമല്ല ആ സൈഡിലേക്ക് വരുള്ളൂ. അങ്ങനെ ജയിക്കുമ്പോഴാണ് എന്ത് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്? നല്ല രീതിയിൽ ബോഡിയുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്യണം. ഈ ജയിക്കാത്തപ്പോ എന്താ സംഭവിക്കുന്നുണ്ടാവുക? അപ്പോ രണ്ട് സൈഡിൽ നിന്നുള്ള പ്രൈസ് റിജക്ഷൻസ് ആണ് കൂടുതലുണ്ടാവുക. അപ്പുറത്തുനിന്ന് വാങ്ങുന്നു, ഇവിടെ നിന്നും വിൽക്കുന്നു. ഒരേപോലെ ട്രേഡ് ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് ബൈയിങ് ആൻഡ് സ്ട്രോങ് സെല്ലിങ് നടക്കുമ്പോൾ എന്തുണ്ടാവും? ഒരേ പോയിന്റിൽ ഓപ്പൺ ആയി ഒരേ പോയിന്റിൽ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ബോഡി ഉണ്ടാവില്ല, വളരെ കുറച്ച് ബോഡിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡോജി എന്ന് പറയുന്നത്. ഡോജി മീൻസ് ഇറ്റ്സ് എൻ ഇൻഡിസിഷൻ ക്യാൻഡിൽ. സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. അവിടെ ആരും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു ക്യാൻഡിലില് പ്രൈസ് റിജക്ഷൻ ആണ്. മുകളിൽ നിന്നുള്ള പ്രൈസ് റിജക്ഷനും ഉണ്ട്, താഴെ നിന്നുള്ള പ്രൈസ് റിജക്ഷനും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണോ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ട്രേഡിങ് കഴിയുമ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ ഉണ്ടാവാൻ സാധ്യത. അങ്ങനെ ഉണ്ടാവുന്ന ക്യാൻഡിലിന് നമ്മൾ എന്ത് പറയും? സ്റ്റാൻഡേർഡ് ഡോജി. ഡോജിയിൽ തന്നെ കുറച്ച് കൂട്ടര് പലതരം ഉണ്ട്. ഈ ഡോജിയുടെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞ? രണ്ട് കൂട്ടരും സ്ട്രോങ് ആണ്. രണ്ട് കൂട്ടരും അതായത് എത്ര ബൈയിങ് ചെയ്യാൻ ഇടുന്നു അത്ര തന്നെ സെല് ചെയ്യാനും അവര് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നിങ്ങൾ വിൽക്കാൻ ഇട്ടാലും ഞങ്ങൾ വാങ്ങാൻ റെഡിയാന്നുള്ള മാതിരി. നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും മുകളിലേക്ക് പോകാനോ താഴേക്ക് പോകാനോ ആ പർട്ടിക്കുലർ അസറ്റിനെ, അണ്ടർലൈങ് അസറ്റിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഡോജി ഉണ്ടാവുക. ഇനി ഈ ഡോജി നോർമൽ മൈൽഡ് മാർക്കറ്റിലൊക്കെ, അതായത് സാധാരണ മാർക്കറ്റിലൊക്കെ എങ്ങനെയാണ്? ഒരു ചെറിയ, അതായത് ഡോജിയുടെ ബോഡി ചെറുതായിരിക്കും, വിക്ക് ഉണ്ടെങ്കിലും രണ്ട് വിക്കും ചെറിയ വിക്കായിരിക്കും. ഇനി ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലോങ് ലെഗ്ഡ് വിക്ക്, ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയും. അതായത് രണ്ട് സൈഡിൽ നിന്നുള്ള വിക്കുകളും ഭയങ്കര നീളമായിരിക്കും. ഇത് സാധാരണ ഉണ്ടാവുക ഡോജി എന്ന് പറഞ്ഞാൽ അതേ സംഭവം തന്നെയാണ്. ഇതിന്റെ ആക്ഷൻ ഒന്നും വ്യത്യാസമില്ല. ബയ്യറും സെല്ലറും കൂടിയിട്ടുള്ള ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഭയങ്കര വൊളാറ്റിലിറ്റി ഉള്ള മാർക്കറ്റിലാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്പീഡിൽ ഓടുന്ന മാർക്കറ്റിലാണ് അങ്ങനത്തെ ലോങ് ലെഗ്ഡ് ഡോജി ഉണ്ടാവുക. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബൈങ്, സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ്, കുറെ അധികം ഭയങ്കര സ്പീഡിൽ നടക്കുന്ന ഒരു പോയിന്റിൽ ഉണ്ടാവുമ്പോഴാണ് ലോങ് ലെഗ്ഡ് ഉണ്ടാവുക. നോർമലി ഇപ്പൊ നമ്മളെ നിഫ്റ്റി ഒക്കെ ഇടയ്ക്ക് നിൽക്കണ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ നിഫ്റ്റി നോക്കും, അല്ലെ ചില സ്റ്റോക്കുകൾ. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ആ ക്വിപ്പിഡിൽ തന്നെ പോയി നോക്കാം. ചിലപ്പോൾ ഡോജികൾ കാണിക്കുന്നുണ്ടാവും, ആ ഇൻഡിസിഷൻ ഒക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും.
ആ ചെറിയ ടൈം ഫ്രെയിമിലും കാണിക്കാം, വലിയ ടൈം ഫ്രെയിമിലും കാണിക്കാം. നിങ്ങൾ നോക്കുന്ന ടൈം ഫ്രെയിമിലാണ് അതിന്റെ അർത്ഥം എടുക്കേണ്ടത്. ക്ലിയർ ആണോ? സ്റ്റാൻഡേർഡ് ഡോജിയും ലോങ് ലെങ്ത് ഡോജിയും നമുക്കൊന്ന് നോക്കിയാലോ വിളിച്ച്? എന്തെങ്കിലും പോയിന്റ് ഇവിടെ ഇതിലൊക്കെ വ്യത്യസ്തമായ ഡോജികളാട്ടോ. ഞാൻ അങ്ങോട്ട് വരണം. ഇവിടെ ഉണ്ട്. അയ്യോ, സെക്കൻഡ്. നമ്മൾ എന്തായാലും 15 മിനിറ്റിൽ കുറെ കാര്യങ്ങൾ കണ്ടില്ലേ? നോക്കി നോക്കാം ഇവിടെ എന്താ സംഭവിച്ചത്. പലതരം ഡോജികളുടെ 5 കളിയാണ് നമ്മൾ പറഞ്ഞ ഒരു ഡോജിയാണിത്. സ്റ്റാൻഡേർഡ് ഡോജിയിലൊക്കെ പെട്ടത്. വേണമെങ്കിൽ ഒരു ലോങ് ലെഗ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ. പക്ഷെ ഇതല്ല കേട്ടോ. ലോങ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരണം. ഐ മീൻ ഇത് വൺ സൈഡ് ആണ്. ഇത് കണ്ടോ, ഇത് ലോങ് ലെഗ്ഡ് ആണ്. ഇത് ഈ വൊളാറ്റിലിറ്റി സമയത്താണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുക. ചെറിയ ബോഡി, ഇതിൽ അത്ര ചെറുതല്ല, പക്ഷെ നമുക്ക് ഈ ബോഡിയുടെ കളറിൽ നിന്ന് ഒന്നും പറയാനില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഇനി ഈ ബോഡി ചെറുതായത് കൊണ്ട് തന്നെ ഇതിന്റെ കളറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അത് റെഡ് ആയാലും ഗ്രീൻ ആയാലും നമുക്ക് ഡോജി തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു നോർമൽ കാൻഡിലിലെ ബോഡിയുടെ കളർ കണ്ടിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? ഇത് എന്താ പറയാ, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ പറയാം. പക്ഷെ ഒരു ഡോജിയെ സംബന്ധിച്ച് ബോഡി ചെറുതാണെങ്കിൽ കളർ എന്തായാലും പ്രശ്നമില്ല. അത് ഗ്രീൻ ഓർ റെഡ് ആവാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഇതൊരു ഡോജിയാണ്, ഇതൊരു ഡോജിയാണ്. ഇതൊക്കെ നോർമൽ സ്റ്റാൻഡേർഡ് ഡോജിയാണ്. ലോങ് ലെഗ് ഡോജി എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ലെഗ് ഡോജി. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് പറഞ്ഞ കാര്യം ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇത് ലോങ് ലെഗ് ഡോജിയാണ്. ഇന്നത്തെ രാവിലത്തെ 9:15 അതെ. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലി നടന്നതിന് ശേഷമാണ് വീഴ്ച നടന്നതാണ്. ഇതൊക്കെ ഇടയിൽ ഇത് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഡോജി വരുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത കണ്ടോ? അവിടെ നിൽക്കുകയാണ്. ഈ ഡോജി വരുന്നിടത്ത് എന്താണ്? ഒരു ബ്രേക്ക് ഔട്ടോ ഒരു ബ്രേക്ക് ഡൗണോ നടക്കാൻ സാധ്യത കൂടുതലാണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഡോജി വരുമ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നോർമലി ബയറും സെല്ലറും നമ്മൾ ഫൈറ്റ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫൈറ്റ് നടന്നിട്ട് ആരെങ്കിലും ആൾ ജയിക്കണ്ടേ കുറെ കഴിഞ്ഞാൽ? അത് എന്തായാലും വേണമല്ലോ. മാർക്കറ്റിലാവുമ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകണ്ടേ? വടംവലിയിലാണെങ്കിലും കുറെ നേരം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം ക്ഷീണിച്ചിട്ട് വിടുമല്ലോ. അതുപോലെ ഇവിടെയും എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓർഡറുകളുടെ എണ്ണം കുറഞ്ഞ് അവര് വീക്ക് ആവാൻ തുടങ്ങും. അത് ബയ്യർ ആവാം, സെല്ലർ ആവാം. എവിടേക്ക് അത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഐദർ മുകളിലേക്ക് പോവാം, അതിനെ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നു. താഴേക്ക് വരികയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ. അപ്പൊ ഈ ഡോജി കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്? ഡോജി കണ്ട ഉടനെയല്ല, അത് വലിയ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഉടനെ സംഭവിക്കാം. പക്ഷെ ചെറിയ ടൈം ഫ്രെയിം ആകുമ്പോൾ ചിലപ്പോൾ കുറെ നേരം ഉണ്ടാവാം. ഈ വടംവലി കഴിയണവരെ അതവിടെ കുറെ ഡോജികൾ ഉണ്ടാവാമല്ലോ. അത് പലതരം ഡോജികളാവാം, അല്ലെങ്കിൽ പലതരം കാൻഡിൽസ് ആവാം. പക്ഷെ ഡോജി ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഡിസിഷൻ. ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോജിനെ ഈ ക്യൂപ്പിഡിന്റെ ചാർട്ടിൽ ഞാൻ ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ചാർട്ടിൽ കണ്ടതുകൊണ്ട് കാണിച്ചതാണ്. നിങ്ങൾ സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യുന്നവരല്ലാന്ന് എനിക്കറിയാം. ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ചാർട്ട് എന്താണ്? ഡെയിലി ഓർ വീക്ക്ലി ഒക്കെ തന്നെയാണ്. അവിടെ വീക്ക്ലിയില് ഒരു ഇൻഡിക്കേഷൻ പോലും ഇല്ല നിങ്ങൾക്ക് മാറുകയാണെന്നുള്ളത്. ഈ വീക്ക് കഴിഞ്ഞ ക്യാൻഡിലാണ് ഇത് കേട്ടോ ഇന്ന് കാണുന്നത്. ഈ വീക്കില് ഇങ്ങനെ ഒരു ക്യാൻഡിൽ നിർത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കതൊരു ഇൻഡിക്കേഷൻ ഒന്നും വീക്ക്ലിയിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊണ്ട് നിർത്തിയാണ്. ഇവിടെ ഇടയിലൊക്കെ ഉള്ളത് ചെറിയ ഇതിപ്പോ ഇവിടെ കണ്ടോ കുറച്ച് ഡോജ്. ഇത് കണ്ടോ? ഇത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടായത്? മുകളിലേക്ക് പോയി. കുറച്ചു നേരം അഗെയിൻ ഡോജീസ് ആണ്. ഇതൊക്കെ ഡോജിയാണ്, പലതരം ഡോജിയാണ്. നിങ്ങളത് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് മുകളിലേക്ക് പോയത്. ഇങ്ങനെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ കണ്ട അത് റിവേഴ്സലിൽ കണ്ടാൽ വളരെയധികം നല്ലത്. ഇല്ലെങ്കിൽ നോർമലി ഇപ്പൊ ഒരു കണ്ടിന്യൂവേഷൻ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഓടണ വണ്ടി, അതിലും നമ്മളിത് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു നല്ല അപ് ട്രെൻഡ് നടക്കുകയാണ്, അതിനിടയിൽ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ഡോജീസ് ഉണ്ടാക്കുകയാണ്, പിന്നീട് ഉണ്ടാവുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആ ടഗ് ഓഫ് വാറിൽ ആര് ജയിച്ചു തന്നെയാണ്? ബയേഴ്സ് വിൻ ചെയ്തു എന്നാണ്. അപ്പൊ അതൊരു കണ്ടിന്യൂവേഷനിൽ നമുക്ക് റൈഡ് എടുക്കാനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഡോജി ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും
ഈ വീക്കിലെ ക്യാൻഡിലേ ഡോജിയാന്ന് പറയാൻ പറ്റുമോ? അതിന്റെ ഇല്ല. ബോഡി ആ, വലിയ ഈ വലുതല്ലേ? ഈ വീക്കിലെ ക്യാൻഡിൽ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഈ വീക്കിൽ ബുള്ളിഷ് അല്ല, ബെയറിഷ് ആണെന്ന് പറയാം. എന്നുവെച്ചാൽ വീക്കിനേക്കാളും ഒരു പൊടി ബോഡിക്ക് വലിപ്പമുണ്ട്. ഒരു പൊടി ഒരു ഫുള്ളായിട്ട് സ്കെയിലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോ ഈക്വൽ ആണെന്ന് തോന്നുന്ന തരത്തിലാണ്. എന്നാ ഒരു പൊടി കൂടുതലാണ് ബോഡി. അപ്പൊ അത് ബെയറിഷ് ആണ്. ബെയറിഷ് ക്യാൻഡലിനെ പറയാൻ പറ്റുള്ളൂ. ഇത് ഡോജി അല്ല. ഈക്വൽ ആണ് ഓൾമോസ്റ്റ്. ബോഡി ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലൊക്കെ ഇവിടെ സ്കെയിൽസ് ഉണ്ട് ട്രേഡിംഗിന്റെ മെഷർ ചെയ്യാനുള്ളത്. അതൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പോയിന്റ് കറക്റ്റ്. അത്രയ്ക്കൊന്നും അല്ല, സ്കെയില് വേണമെന്ന് തന്നെ ഉണ്ടോ? എന്റെ സംശയമാണ്. ഇപ്പം ഒരു ഡോജി എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അതിന്റെ ബോഡി വളരെ ചെറുതായിരിക്കത്തില്ലേ? ഇത് ഡോജി അല്ല. ഇത് ഡോജി അല്ല. ഇതിനെ പക്ഷെ നിങ്ങൾ എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാന്ന് മാത്രം. ഒരാവശ്യം അങ്ങനെ വേറെ രീതിയിലില്ല. മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഇത് വേറെ ഏതെങ്കിലും ഒരു ക്യാൻഡിലായിരിക്കില്ലേ? പല ക്യാൻഡിലില്ലേ? അത്രേ ഉള്ളൂ. വേറെ പക്ഷെ ഇതൊരു ഇൻഡിക്കേഷൻ. ഞാൻ എന്റെ അറിവിലുള്ള ഒരു ഇൻഡിക്കേഷനും അല്ല. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് നമുക്ക് റിജക്ഷനും ഉണ്ട്, ബാരിഷ്നെസ്സും ഉണ്ട്. അന്ന് അതിന് കണ്ടിന്യൂവേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇനി നമ്മൾ വീക്ക്ലിയിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് അത് എനിക്ക് കണ്ടിട്ട് പറയാൻ പറ്റണില്ല. പക്ഷെ ഡെയിലി പക്ഷെ അതിന് മുമ്പിൽ വന്ന 2 ക്യാൻഡിലും ഫുൾ മർബൂസ് ആയിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. വീക്ക്ലിയിൽ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരുന്നില്ല. വെയിറ്റ് ചെയ്യേണ്ടത്. 2 ക്യാൻഡിൽ ഫുൾ ഗ്രീൻ ഗ്രീൻ മർബൂസും ആണ് കേട്ടോ. പക്ഷെ ഇത് ഫുള്ള് ഇതിന് വേറെ പേരുകളുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ല മർബൂസു ക്യാൻഡിൽസ് തന്നെയാണ്. പക്ഷെ ഇതിനെ നമ്മൾ റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് പറയണമെങ്കിൽ എവിടെ കാണണം? ഇതിവിടെ കണ്ടോ? ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഡൗൺ ട്രെൻഡ് ആയിരുന്നില്ലേ? ഇത് ഡൗൺ ട്രെൻഡ് ആയിരുന്നില്ലേ? അവിടെ സോറി, ഇതിനൊരു വിക്ക് ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടില്ലായിരുന്നു. വിക്ക് ഉണ്ടാവാൻ പാടില്ല. വിക്കിനില്ലാത്തൊരു ക്യാൻഡിലാണ് മർബൂസു എന്ന് പറയണത്. ഞാൻ ആ വിക്ക് പെട്ടെന്ന് ചെറിയതിൽ കണ്ടില്ല. വിക്കില്ലാത്ത ക്യാൻഡിൽ കണ്ടുപിടിക്കണം കേട്ടോ. വിക്ക് ഉണ്ടെങ്കിൽ മർബൂസു അല്ല. മർബൂസു ഫുൾ ബോഡിയാണ്. അതില് കാണിക്കണം. ഇത് വേറെ പാറ്റേൺ ആണ്, നമ്മൾ പഠിക്കും. ഓക്കെ ആണോ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഡോജി. ഇത് ഡോജിയുടെ കാറ്റഗറിയിൽ പെട്ട ആളല്ല കേട്ടോ. ഇത് വേറൊരു പേര് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഡോജിയിൽ പെട്ട ആളല്ല. അപ്പൊ വീക്കിലിയിലെ മർബൂസ് എന്ന് ഉദ്ദേശിച്ചാല് ആ വീക്കിന്റെ ഓപ്പണിങ് അത് എങ്ങനെയാ? അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വീക്കിലിയിലെ മർബൂസ് എന്ന് പറഞ്ഞാൽ ഏത് മർബൂസും ആണെങ്കിലും ഓപ്പൺ ഇപ്പൊ ഗ്രീൻ ആണോ ചോദിച്ചത്? ഗ്രീൻ ആണെങ്കിൽ ഓപ്പൺ ഈക്വൽ ടു ലോയും ക്ലോസ് ഈക്വൽ ടു ഹൈയും വരണം. അതായത് പെർഫെക്റ്റ്ലി ഞാൻ ഇതില് പിപിടിയിൽ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അതായത് ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് വിക്ക് ഉണ്ടാവില്ല. നല്ല രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഹൈയിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരാം. വീക്കിൽ അത് എങ്ങനെയാ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്? വീക്കിലും അങ്ങനെ തന്നെയാണ്, സെയിം തന്നെയാണ്. ഞാൻ ഏതെങ്കിലും എനിക്ക് തോന്നുന്നത് കുറച്ച് ചാർട്ട് തപ്പണ്ട വരും നമ്മൾ. വീക്കിലില് ഏതെങ്കിലും ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന ചാർട്ട്സിൽ കാണിക്കുന്നുണ്ടോന്ന്. ഇത്തിരി തേടേണ്ട വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അതിന് വേണ്ടി കുറച്ച് ചാർട്ട്സ് നോക്കേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും വിക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാനത് എനിക്ക് കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നല്ല മർബൂസ്. പക്ഷെ വന്ന സ്ഥലം കറക്റ്റ് അല്ല. ഇതാണ് മർബൂസ്. ഇത് മർബൂസാണ്, പെർഫെക്റ്റ് മർബൂസ്. ഇതിന്റെ ഓപ്പൺ ഹൈ ലോ ക്ലോസ് കണ്ടോ? ഞാനത് ഹോവർ ചെയ്യുമ്പോൾ അതിന്റെ മീതെ കാണിക്കുന്നുണ്ട്. ഓപ്പൺ തന്നെയാണ് ലോ, ഹൈ തന്നെയാണ് ക്ലോസ്. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് മർബൂസ്. പക്ഷെ അത് കണ്ട ഏരിയ അതല്ല കറക്റ്റ്. ഐ മീൻ റിവേഴ്സൽ പാറ്റേൺ അല്ല. പക്ഷെ ഈ ഒരു ക്യാൻഡിലിനെ ഡേയിലോട്ട് ആക്കുമ്പോൾ അതിന് എന്താണ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നാണ് എന്റെ സംശയം. ആ ഒരു ക്യാൻഡില് ഡെയിലി വരുമ്പം ആ പ്രൈസ് എങ്ങനെയാ മാറുന്നതെന്ന്, അതായത് ആ വീക്കില് അതാണോ സംശയം? അവിടെ എന്താ നടക്കണേന്ന്? അതാ ഡേ ആവുമ്പോ നമുക്കറിയാലോ, ഓപ്പൺ ചെയ്ത് ഒന്ന് താഴെ പോയി പിന്നെ അത് ഓക്കെ, ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടി. ഒരു ടൈം ഫ്രെയിമിൽ കാണുന്ന പാറ്റേൺ വേറെ ടൈം ഫ്രെയിമിൽ കാണില്ല. അത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഇപ്പൊ നമ്മൾ വീക്ക്ലിയിലാണ് ഇതിന് തേടണേന്ന് വെച്ചാൽ വീക്ക്ലിയിലെ മർബൂസു ഡെയിലിയിൽ ചിലപ്പോൾ അതിനിടയിൽ ഡോജി ഉണ്ടാവാം, അപ്പ് ഉണ്ടാവാം, ഡൗൺ ഉണ്ടാവാം, അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മള് ഒരു ടൈം ഫ്രെയിമിൽ കാണുന്ന അതേ പാറ്റേൺ
വേറെ ടൈം ഫ്രെയിമിൽ കാണണമെന്നില്ല. ഇപ്പൊ ഇത് ഞാൻ എന്തായാലും മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം. ഇനി വീക്ക്ലിയില് അതെ അതെ അതാണ് എനിക്ക് അറിയണ്ടേ. ആ ഒരു പാറ്റേൺ എന്താ സംഭവിച്ചാണെന്ന് അറിയാൻ ഒന്ന് നോക്കി നോക്കാം. ഞാനത് വട്ടിട്ട് വെച്ചിട്ടുണ്ട്, കിട്ടേണ്ടതാണ്. കണ്ടോ, അപ്പർ സർക്യൂട്ടിന്റെ 5 കളിയാണ് അവിടെ നടന്നത്. അപ്പർ സർക്യൂട്ടാണ് അവിടെ നടന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ മാർക്ക് ചെയ്തതാണ്. അത് എല്ലാം ദിവസവും സർക്യൂട്ട് ആയിരുന്നു. ലാസ്റ്റ് ഡേയിൽ സർക്യൂട്ട് ഇല്ല, പക്ഷെ ഇതൊക്കെ സർക്യൂട്ട് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞ ഡോജികളാണ് ഇത്. പല ഡോജികളും ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ. സർക്യൂട്ട് വരുമ്പോ അത് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ പഠിക്കാൻ പോണ ക്യാൻഡിൽസ് ആണ്, പറഞ്ഞിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡോജി മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതൊക്കെ സർക്യൂട്ട്സ് ആണ് ഹിറ്റ് ചെയ്താണ് അന്നത്തെ ദിവസം. മോസ്റ്റ്ലി ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും സർക്യൂട്ടിന്റെ കനം കുറയും. 20% കണ്ടിന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത സർക്യൂട്ടിലേക്ക് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സർക്യൂട്ട്സ് പഠിക്കുമ്പോൾ ക്ലിയർ ആവും. ഇത് ഓക്കെ ആണോ, എന്താ സംഭവിച്ചെന്നുള്ളത്? ഓക്കെ. അങ്ങനെ വരുമ്പോ നമുക്കൊന്ന് ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അത് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ തപ്പെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. നിങ്ങൾക്ക് വേറെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, സിമ്പിളർ ആയിട്ടുള്ളത്. ഇത് ക്ലിയർ അല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഡോജി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ്. അതില് ലോങ് ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ വൊളാറ്റിലിറ്റി കൂടുതലുള്ള സമയത്ത്. ഇപ്പൊ ഇന്ന് ആ ക്വിപ്പിന്റെ സ്റ്റോക്കിൽ നമ്മൾ 50 മിനിറ്റ്സിൽ കണ്ട പോലെ, അതായത് ആ സമയത്ത് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയം. ഇനി അടുത്ത ആള് ഗ്രേവ് സ്റ്റോൺ ഡോജി, അതുപോലെ ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇതിനെന്താ പ്രത്യേകത? ഏകദേശം ഒരു ചുറ്റിക തിരിച്ചു വെച്ച പോലെയാണ്, പക്ഷെ ചുറ്റികയ്ക്ക് ബോഡിക്ക് ഇത്തിരി കനം ഉണ്ടാവാറുണ്ട്. അതുപോലും ഇവിടെ ഇല്ല. വളരെ ലൈൻ പോലത്തെ ഒരു ബോഡി. അത് തന്നെ മുകളിലേക്ക് വെക്കുന്നതാണ് ഡ്രാഗൺ ഫ്ലൈ. ഗ്രേവ് സ്റ്റോൺ ആൻഡ് ഡ്രാഗൺ ഫ്ലൈ മോസ്റ്റ്ലി നമുക്ക് ഒരു ട്രെൻഡിന്റെ അവസാനത്തിലാണ് കാണുക. ഈ ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ള വിക്ക് ആര് കൊടുത്തതായിരിക്കും? ഗ്രേവ് സ്റ്റോണിന് ആരായിരിക്കും ഈ വിക്ക്? ഗ്രേവ് സ്റ്റോണിന്റെ ഈ മുകളിൽ നിന്നുള്ള വിക്ക് നല്ല രീതിയിൽ സെല്ലിങ് വന്നപ്പോൾ ഒരു കുഞ്ഞ ബോഡി വെച്ച് അതിനെ പിടിച്ചു നിർത്തുന്നു. അപ്പൊ അത് ഏത് സൈഡിലാവും കാണുക? ഡൗൺ ട്രെൻഡിലാണോ അപ്പ് ട്രെൻഡിലാണോ? നല്ല രീതിയിൽ സെല്ലിങ് വരുമ്പോ ഒരു കുഞ്ഞ ബോഡി വെച്ച് പിടിച്ചു നിർത്തുന്നു. എവിടെയിരിക്കും? അപ്പ് ട്രെൻഡ് ആയിരിക്കുമല്ലോ. ബയേഴ്സ് അത്രയുള്ളതുകൊണ്ടല്ലേ അവിടെ ക്ലോസ് ആയത്. ഏത് ട്രെൻഡിലാണ് അതിനൊരു റെലവൻസ് വരിക? റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണെങ്കിൽ അപ് ട്രെൻഡിലായിരിക്കും. അപ് ട്രെൻഡിലായിരിക്കും. അപ് ട്രെൻഡിൽ ഇങ്ങനെ കയറി പോവല്ലേ മാർക്കറ്റ്. അപ്പൊ നല്ല രീതിയിൽ അത് വേറെ പാറ്റേൺ ആണ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് വര പോലത്തെ ബോഡി ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ തരത്തിലുള്ള ക്യാൻഡിൽ ഇത് വരിക. ഇത് നോർമലി നിങ്ങൾക്ക് ചാർട്ടിൽ കുറെ സ്ഥലത്ത് കാണാം. നിങ്ങൾ പറഞ്ഞ അപ് ട്രെൻഡിന്റെ അവസാനത്തിലും കാണാം. പക്ഷേ ഇതിനെ ഒരു ഈ പാറ്റേൺ അപ്പോഴും നമ്മൾ പറയാ ഗ്രേവ് സ്റ്റോൺ ഡോജി തന്നെയാണ്. പക്ഷെ ഇതിന്റെ റെലവൻസ് വരുന്നത് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഡൗൺ ട്രെൻഡിലല്ലേ സെല്ലിങ് നടന്നുകൊണ്ടേയിരിക്കുന്ന കണ്ടിന്യൂസ്. നല്ല രീതിയിൽ റിജക്ഷൻ വരുമ്പോൾ ഒരു ചെറിയ വിക്ക് വെച്ചിട്ട് ചെറിയൊരു ബോഡി വെച്ചിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക. അവിടെ ആരാ? ബയേഴ്സ്. ആ ലൈൻ ആരാ ഉണ്ടാക്കിണ്ടാവുക? ഒരു ചെറിയ ബോഡി ഉള്ളതെന്ന് പറഞ്ഞാൽ ബയേഴ്സ് ആണ്. പക്ഷെ അവിടെ കൂടുതലും ആരാണ്? സെല്ലിംഗ് ആണ്. ഇത് ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനം വരികയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ട്രെൻഡ് ചേഞ്ച്. ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തില് ഈ ഒരു പാറ്റേൺ വരികയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഇങ്ങനെ. അപ്പൊ ഇവിടെ ഉള്ളത് കാണിച്ചത് ഇതെന്താണ്? ഒരു ഡൗൺ ട്രെൻഡ്. അതിന്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി. നമ്മൾ ഗ്രേവ് സ്റ്റോൺ എന്നുള്ള പേര് വരുന്നത് മനസ്സിലായിണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇവിടെ കാണിച്ചു തരാം. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ RIP സിംബലിലുള്ള ആ ഒരു സെമിത്തേരിയിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ക്രെമറ്റോറിയത്തില് അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് ആ പേരൊക്കെ വന്നിരിക്കുന്നത്. അത് നമ്മൾ കാണുന്നത് ഡൗൺ ട്രെൻഡിന്റെ അവസാനം. ഓക്കെ, അതിന്റെ അവസാനത്തിൽ കാണുകയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിവേഴ്സൽ പാറ്റേൺ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ഒരു തെറ്റല്ല. ഈ ക്യാൻഡിലിന്റെ മുകളിൽ നിന്ന് സെല്ലേഴ്സ് തന്നെയാണ് അവിടെ ഹ്യൂജ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഡോജി, ഇതൊരു ഡോജിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ പലതരം ഡോജികളിൽ ഒരാളാണിത്. അപ്പോഴും അത് എന്തെന്നെയാണ്? ഇൻഡിസിഷൻ തന്നെയാണ് പറയണതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിൽ എന്താ പ്രത്യേകത വെച്ചാൽ നല്ല രീതിയിൽ മുകളിൽ നിന്ന് വിക്ക്, ഒരു ചെറിയ ലൈൻ, ഒരു ചെറിയ ബോഡി, അത് കഴിഞ്ഞ് ഒരു തുമ്പ്, ഒരു കുഞ്ഞ തുമ്പ് താഴെ ഉണ്ടാവണം.
നമ്മള് ഇവിടെ ഞാൻ ഈ ഇതിൽ കാണിച്ചപ്പോ ഇവിടെ കുഞ്ഞ് തുമ്പ് കാണാനില്ല. പക്ഷെ റിയൽ ചാർട്ടില് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് വിക്ക് താഴെ ഉണ്ടാവണം. അതാണ് എന്ത്? ഗ്രേവ് സ്റ്റോൺ ഡോജി. അത് നമ്മൾ എവിടെ കാണണം? ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിൽ, അതായത് ഒരു സപ്പോർട്ട് ഏരിയയിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി കാണുകയാണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിവേഴ്സൽ ഓഫ് ഡൗൺ ട്രെൻഡ്. ഓക്കെ ആണോ പറഞ്ഞത്? ഇനി അങ്ങനെ സംശയം ഉണ്ടോ ആർക്കെങ്കിലും പറഞ്ഞതിന്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു അപ് ട്രെൻഡിന്റെ ഹലോ 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 കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഗ്രേവ് സ്റ്റോൺ ഡോജി ആണോ? ഓഡിബിൾ ആണ്. അല്ല, ഗ്രേവ് സ്റ്റോൺ ഡോജി ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ പറഞ്ഞത് തെറ്റല്ല, ഞാൻ അഗെയിൻ സ്ട്രെസ് ചെയ്യുന്നു. അത് കാണുന്ന അതിന്റെ ഇൻഡിക്കേഷൻ അത് തന്നെയാണ്. പക്ഷെ അത് കാണുന്നത് ഏറ്റവും താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രേവ് റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അതുപോലെ തന്നെ മുകളിൽ ഒരാൾ ഉണ്ടാവില്ലേ, ഈ ഡോജിയുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ, അതാണ് ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്തായിരിക്കും? താഴെ നിന്നുള്ള വിക്കാണ് കൂടുതൽ. താഴെ നിന്നുള്ള വിക്ക് ഭയങ്കര ലെങ്തിയാണ്. അത് ആര് കൊടുക്കുന്നതായിരിക്കും? ബയേഴ്സ്. അത് കഴിഞ്ഞ് ഒരു ചെറിയ വിക്ക് മുകളിലും ഉണ്ടാവും. അതിനെ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയും. ഈ ഡ്രാഗൺ ഫ്ലൈ അപ്പൊ എവിടെ കണ്ടാലാണ് റിവേഴ്സൽ പാറ്റേൺ പറയാം? ഇതിനെ ഏത് ട്രെൻഡിന്റെ അവസാനത്തിലായിരിക്കും കാണണ്ടേ? ട്രെൻഡിന്റെ. അത്രേ ഉള്ളൂ. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുമ്പോ ചെറിയ രീതിയിൽ നോട്ട് എഴുതുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് PPTs ജോബി ചേട്ടൻ അയച്ചു തരും. പക്ഷെ ചെറിയ രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ അറ്റ്ലീസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഒപ്പം തന്നെ പറയണേ. മർബൂസ് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ബ്ലാക്ക് മർബൂസു നമ്മൾ അപ് ട്രെൻഡിന്റെ അവസാനത്തിലാണ് കാണുന്നത്. ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിൽ നമ്മൾ ഇൻഡിക്കേഷൻ തരുന്നതാണ്, ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷൻ തരുന്നതാണ് ഗ്രീൻ മർബൂസ്. അത് കഴിഞ്ഞ് നമ്മൾ ഡോജിയിലേക്കാണ് വന്നത്. ഡോജി ഈസ് ആൻ ഇൻഡിസിഷൻ കാൻഡിൽ. ഇത് എവിടെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഡോജി ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ആരും പ്രത്യേകിച്ച് ഇല്ല. പക്ഷേ ഈ ഒരു ഡോജി കണ്ട് കുറച്ച് ഡോജി ഒക്കെ കാണിച്ചതിന് ശേഷം ഏതെങ്കിലും സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗണിന്റെ ഇൻഡിക്കേഷൻ ആണ്. അത് നല്ല രീതിയിൽ ടഗ് ഓഫ് വാർ കഴിഞ്ഞ് ആര് വിൻ ചെയ്തു എന്നുള്ളതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതിനൊരു ഫോളോ അപ്പ് വരികയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അത് ബ്രേക്ക് ഔട്ട് ആയാലും ബ്രേക്ക് ഡൗൺ ആയാലും. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്നത്, ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്നു. അതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഡോജി ഉണ്ട്, ലോങ് ലെഗ്ഡ് ഉണ്ട്. ജസ്റ്റ് ചെറിയ വൊളാറ്റിലിറ്റിയുടെ ഡിഫറൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഗ്രേവ് സ്റ്റോൺ ആൻഡ് ഡ്രാഗൺ ഫ്ലൈ. ഈ ഗ്രേവ് സ്റ്റോണും ഡ്രാഗൺ ഫ്ലൈയും പല സ്ഥലത്തും കാണാം. പക്ഷേ ഇതിനെ നമ്മൾ ഒരു ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിൽ കാണാണ്. ഈ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഇത് അവസാനിച്ചോന്ന്. അതിനാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടെന്ന് വിചാരിക്കൂ ആ ഒരു പ്രൈസ് ഹിസ്റ്ററിയിൽ. ആ ഒരു ഏരിയ വരുമ്പോൾ ഈ ഗ്രേവ് സ്റ്റോൺ ഡോജി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയിക്കാം? അവിടെ ഒരു പുതിയ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡൗൺ ട്രെൻഡിന്റെ ട്രേഡ് എടുക്കരുത്. മാർക്കറ്റിൽ ഈ സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്യരുത്. ക്ലിയർ ആണോ? നിങ്ങൾ പുതിയ ട്രെൻഡ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരിക്കലും ഇത് കണ്ടത് കൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ഗ്രേവ് സ്റ്റോൺ ഡോജി കണ്ടല്ലോ ഞാൻ ഈ സപ്പോർട്ടിൽ എന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കണ്ട. അതിനൊരു ഫോളോ അപ്പ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ട്രെൻഡ് ഇൻഡിക്കേഷൻ കുറച്ചും കൂടി വരുന്നത് വരെ. പക്ഷേ പുതിയതായിട്ട് നമ്മൾ ഒരു ഷോർട്ട് ചെയ്യാൻ മടിക്കണം. ഡൺ? ക്ലിയർ അല്ലേ? ഇൻട്രാഡേ ഹിസ്റ്ററി ഇല്ലാത്ത ഒരു പുതിയ ചാർട്ട് ആണെങ്കിൽ നമുക്ക് ഇത് പറ്റൂലല്ലോ, നമുക്ക് ഐഡന്റിഫൈ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിസ്റ്ററി ഇല്ലാത്ത ചാർട്ടിൽ ടെക്നിക്കൽ അനാലിസിസിന് റെലവൻസ് ഇല്ല, പറ്റില്ല. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ അവിടെ വർക്ക് ചെയ്യില്ല. നമ്മൾ അവിടെ ഫണ്ടമെന്റലി നമ്മൾ എടുക്കേണ്ട വരും, പഠിക്കേണ്ട വരും ആ സ്റ്റോക്കിന്. ഡൺ? നിങ്ങൾ ഇൻട്രാഡേ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പുതിയ ഷോർട്ട് ഒന്നും എടുക്കരുത്. ഡൗൺ ട്രെൻഡിലാവുമ്പോൾ നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെല് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഷോർട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ ഷോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഇത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഷോർട്ട് കയ്യിലുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുക വരെ ചെയ്യാം. പക്ഷെ പുതിയ ട്രേഡ് നിങ്ങൾ എടുക്കണമെന്നില്ല. പുതിയ ട്രേഡിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു നല്ല ഇൻഡിക്കേഷൻ വെയിറ്റ് ചെയ്യാം. ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് വരുന്നത് വരെയോ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ക്ലിയർ അല്ലേ? ഗ്രേവ് സ്റ്റോൺ ഡോജി. അപ്പൊ അതുപോലെ തന്നെയാണ് ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എവിടെയാ കാണുക? അപ് ട്രെൻഡിന്റെ ഏകദേശം ഒരു റെസിസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്ലൈ കാണിച്ചു എങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനിപ്പോ റെസിസ്റ്റൻസ് പ്രൈസ് ഹിസ്റ്ററി ഇല്ലാത്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ കൂടെ നമ്മളൊന്ന് ഒന്ന് നോക്കണം, നോട്ടീസ് ചെയ്യണം ആ ക്യാൻഡിലിനെ. ഓക്കെ, ഇങ്ങനെ കാണിക്കുമ്പോൾ ഇനി അതിന്റെ ഫോളോ അപ്പ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഫോളോ അപ്പ് ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നമുക്കതൊരു ഇൻഡിക്കേഷൻ ആണ് റിവേഴ്സലിന്റെ. അതിന് ഹിസ്റ്ററി ഇല്ലെങ്കിലും നിങ്ങൾക്കൊരു ചിലപ്പോ ഈ അറ്റ് ദ ഹൈയിലുള്ള സ്റ്റോക്കിലാട്ടോ ഞാൻ എന്തൊക്കെ പറയണേ. റെസിസ്റ്റൻസ് മിക്കവാറും അറ്റ് ദ ഹൈയിലുള്ള സ്റ്റോക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാത്ത സ്റ്റോക്കുകൾക്കൊക്കെ സപ്പോർട്ട് പിന്നെയും കിട്ടും, നമുക്ക് കുറെ മുൻപുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ ടോപ്പിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഈ ഒരു ഡ്രാഗൺ ഫ്ലൈ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് വാച്ച് ചെയ്യണം. അടുത്ത ക്യാൻഡിൽസ് എന്താണ്? ബുള്ളിഷ് തന്നെയാണെങ്കിൽ അതിന് റെലവൻസ് ഇല്ല, ഓക്കെ കണ്ടിന്യൂ ചെയ്യാണ്, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അല്ല എങ്കിൽ മേ ബി ഇറ്റ്സ് എ സൈൻ ഓഫ് റിവേഴ്സൽ. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ 4 പാറ്റേണും ക്ലിയർ അല്ലേ? ഡോജീസിലെ 4 ഡോജിയും ഓക്കെ അല്ലേ? ഇനി ഒരാളും കൂടി ഉണ്ട്, 4 പ്രൈസ് ഡോജി. അത് ഞാൻ ഈ പറഞ്ഞ LCUC വരുമ്പോ ഒറ്റ വരേ ഉണ്ടാവുള്ളൂ. സർക്യൂട്ട് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വരേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ ഇന്ന് ക്യൂപ്പിഡിന് LC ഇപ്പൊ ഞാൻ 50 മിനിറ്റ്സിന്റെ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മിക്ക ചാർട്ടുകളിൽ ചില സമയത്ത് ഇതൊക്കെയാണ്, ഇതിനാണ് 4 പ്രൈസ് ഡോജി എന്ന് പറയുന്നത്. ഒറ്റ വരയുള്ളൂ. അതിൽ നിങ്ങളോട് ഒന്നും പറയുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. സോറി, ഈ കാണുന്ന വരകൾ അതൊക്കെയാണ് 4 പ്രൈസ്. ഈ കാണുന്നത് കേട്ടോ, ഈ ലൈൻ പോലെ. ഓക്കെ അല്ലേ? അത് 4 പ്രൈസ് ഡോജി എന്താണ്? 4 പ്രൈസ് ഡോജി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഡ്രാഗൺ ഫ്ലൈയും ഗ്രേവ് സ്റ്റോണും ലോങ് ലെഗ്ഡ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്തിരി ചാർട്ടുകൾ നോക്കണം. ഓക്കെ അല്ലേ? ഡോജി അപ്പൊ എന്താന്നുള്ളത് ക്ലിയർ അല്ലേ? ഡോജിയിൽ സംശയമില്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഹോംവർക്ക് വരും കേട്ടോ, അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡോജി വെച്ചിട്ടുള്ള ഹോംവർക്ക് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. 4 പ്രൈസ് എന്താന്നാ പറഞ്ഞേ? 4 പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 ലൈൻ പോലെ ഉണ്ടാവുള്ളൂ. അത് സർക്യൂട്ട്സ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് വരിക. അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ പോയാൽ കാണാം. ഇപ്പൊ ക്യൂപ്പിഡിന്റെ തന്നെ 50 മിനിറ്റ്സിൽ നമ്മൾ കണ്ടിരുന്നു. അത് ഇവിടെ താഴെ കണ്ടോ, അങ്ങനെ ഒരു വര ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഡോജി സംശയമില്ലാന്ന് വിശ്വസിക്കുന്നു. ഇതെവിടെ കേട്ടോ, ഈ കാണുന്നതാണ് 4 പ്രൈസ് ഡോജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിന് ബോഡിയും ഇല്ല, വിക്കും ഇല്ല, ഒരു വര. ജസ്റ്റ് LC അല്ലെങ്കിൽ UC അടിക്കുമ്പോഴാണ് അത് വരും. ലോവർ സർക്യൂട്ട് ഓർ അപ്പർ സർക്യൂട്ട്. ഒരു 10 മിനിറ്റ്സ് കൂടി. ഒരു ഡേയുടെ മിഡിലൊക്കെ വെച്ചാണ് LC അടിക്കുന്നതെങ്കിൽ ആ ഡേയുടെ പകുതിയിൽ വെച്ച് ഈ വര കാണാൻ പറ്റുമോ? ചെറിയ ടൈം ഫ്രെയിമിൽ അപ്പൊ കാണാം, പക്ഷെ ഡെയിലിയിൽ ഇട്ട ആ ദിവസത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ കാണൂ. അതെ, ചെറിയ ടൈം ഫ്രെയിമിലാണ് ഞാൻ ചോദിച്ചത്. കാണാം. പിന്നെ ആ ഡേ ഫുള്ള് പിന്നെ ഈ ലൈൻ ആയിരിക്കും അല്ലേ? അതെ ആവണം നിർബന്ധമില്ല. ചിലപ്പോ ആരെങ്കിലും ഒരു ലോവർ സർക്യൂട്ട് ഒന്ന് കയറ്റിക്കൊണ്ടുപോകാൻ ലാസ്റ്റ് ബൈ ഒക്കെ വരാം. സപ്പോസ് LC തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ വര തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് മനസ്സിലാക്കാൻ. ഓക്കെ, അത് ഒന്ന് ഒരു കാര്യം ചെയ്താൽ മതി. ഇങ്ങനെ LC വരുന്ന സ്റ്റോക്കുകളൊക്കെ എടുത്തിട്ടേ, ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയ ചാർട്ടാണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യേണ്ട വരുള്ളൂ. ചെറിയ ചാർട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്തൊന്ന് നോക്കിയാൽ മതി. ഡെയിലിയിൽ നമ്മളിപ്പോ LC ഇതിലിപ്പോ ഡെയിലിയിൽ ഇല്ല, പക്ഷെ അതില് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് 1 അവറിലും ഉണ്ട്, 50 മിനിറ്റ്സിലുണ്ട്. അപ്പൊ ഏത് സമയത്ത് തുടങ്ങി എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഒന്ന് ടൈം ഫ്രെയിം മാറ്റി നിങ്ങൾ എല്ലാവരും ഇതിൽ പുതിയതായിട്ട് മാർക്കറ്റിൽ ഒരുപാട് എനിക്ക് ചാർട്ടും ഒന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കുറെ ചാർട്ടുകൾ ദിവസവും നോക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം, അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ഒക്കെ നിങ്ങൾ ചാർട്ടുകളെ പല ടൈം ഫ്രെയിമിൽ മാറ്റി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ക്യാൻഡിലുകൾ നിങ്ങളോട് എന്താ പറയണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. കുറച്ച് ദിവസം ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്ക് ഇത്രയും പണിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയും, ഓ ആ ക്യാൻഡിൽ അതാണ്, അല്ലെങ്കിൽ അതായത്
പ്രൈസ് പറഞ്ഞു തരുന്ന പോലെ വേറെ ആരും പറഞ്ഞു തരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പ്രൈസ് ആണ് കുറച്ചും കൂടി എപ്പോഴും പ്രൈസ് നിങ്ങളോട് എന്ത് റൈഡ് നടക്കുമ്പോഴും മുന്നേ പറഞ്ഞു തരുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളൊന്ന് ഇത്തിരി കുറച്ച് ഇതാവണമായിരുന്നു. നമുക്ക് അത്ര എക്സ്പെർട്ടൈസ് ആവണമെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ശ്രമിക്കാം. അതാണ് എനിക്ക് തോന്നിയത്. ബാക്കി നമ്മൾ പഠിക്കുന്നതെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്. പഠിക്കുന്ന അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ പ്രൈസ് നിങ്ങളോട് ആദ്യം പറയുന്നുണ്ടാവും. അതിന് നമ്മൾ ഈ കാൻഡിൽസിനെയൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ചാർട്ടുകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അതിന് അപ്പൊ നിങ്ങൾക്ക് ഓരോ കാൻഡിൽസിനും ഈ പറയുന്ന ഇടയിലൊക്കെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ടാവാം, ഗ്രേവ് സ്റ്റോൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡോജികൾ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും റെലവൻസ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് അത് കുറെ ചാർട്ട് നോക്കിയാലാണ് നിങ്ങൾക്ക് അത് എവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം, എവിടെ വേണ്ടാന്ന് വെക്കണം, എവിടെ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. കുറച്ച് സമയം എടുക്കും. പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് ചാർട്ട്, ഒരു 10 ചാർട്ട് വീതം ദിവസം, മന്ത്ലി, വീക്ക്ലി, ഡെയിലി മാറ്റി, പിന്നെ 1 hour, 15 minutes, 5 minutes ഇങ്ങനെ നോക്കുക. ഒരേ ചാർട്ടിനെ തന്നെ ഒരു ക്യൂപ്പിഡ് ആണെങ്കിൽ ക്യൂപ്പിഡിനെ മന്ത്ലിയിൽ നോക്കുക. അപ്പൊ ഒരു ക്യാൻഡിൽ, പിന്നെ അതിനെ വീക്ക്ലിക്ക് നോക്കുക, പിന്നെ ഡെയിലിയിൽ നോക്കുക, പിന്നെ ഒരു 4 hour, പിന്നെ ഒരു 1 hour. ജസ്റ്റ് ഇങ്ങനെ അപ്പൊ ആ ഒരു പിക്ചറും മാറും, കാൻഡിൽസിന്റെ ഷേപ്പ് മാറും, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കുറച്ചുകൂടി കാൻഡിൽസിനെ പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രമിച്ചു നോക്കണം. കുറച്ച് ഒന്ന് സിയാനഗ്രയുടെ ഒന്ന് ഓപ്പൺ ആക്കോ. സിയാനഗ്രയുടെ ചാർട്ട്, അതിനകത്ത് LCUC കുറച്ചുകൾ നേരത്തെ ഓടിയതല്ലേ? അതിലുണ്ട്. സിയാനഗ്രോ ഉണ്ടാവും, പിന്നെ സ്റ്റാലിയൻ നോക്കിയാൽ കിട്ടും. അതിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതില് നിങ്ങൾ അതിനെ ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊക്കെയാണ്. ഇതൊന്നും ചെയ്യാനില്ല. കണ്ടോ, LCUC ആണ്. ഇതാണ് 4 പ്രൈസ് ഡോജ്. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ കണ്ടുപിടിക്കുക. നിങ്ങൾ കുറച്ച് ചാർട്ട് നോക്കിയാൽ തന്നെയാണ് നിങ്ങൾക്ക് അത് അതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ് അവിടെ റെലവൻസ്, അത് LC ആണോ UC ആണോ എന്നുള്ളതൊക്കെ. കണ്ടിന്യൂസ് യൂസ് കഴിഞ്ഞിട്ട് ഒരു റെഡ് മർബോസ് വന്നിട്ടാണ് പിന്നെ അതൊരു ഇൻഡിക്കേഷൻ തന്നിട്ടാണ് പിന്നെ വീണത്. ഇതാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെപ്പോഴും എന്താണ് ഇങ്ങനെ ഒരു ട്രെൻഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടാലും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല. മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് സത്യം. നമുക്കറിയാം അത് മർബൂസ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ നമ്മുടെ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളോട് എന്താ പറയാ, ഇതൊക്കെ ചെറിയ ഡിപ്പാണ്. എന്താണ് നമ്മൾ പഠിച്ചത് അപ് ട്രെൻഡില്? ബൈ ഓൺ ഡിപ്സ്. അതാണ് നമ്മുടെ സ്ലോഗൻ. അപ്പൊ നമ്മൾ അതന്നെ റിപ്പീറ്റ് ചെയ്യും. ഇതൊരു ഡിപ്പ് മാത്രമാണ്, വാങ്ങാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാവും കൂടുതൽ. പിന്നീട് നമുക്കൊരു മുകളിലേക്ക് ഒരു റൈഡ് തരും. ചിലതൊക്കെ തരാറുണ്ട്, ചില കേസിൽ തരുന്നില്ല. അപ്പൊ ഇതിലൊന്നും തന്നിട്ടില്ല, നേരെ താഴേക്ക് വരിക ചെയ്താണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് LC അടിക്കുമ്പോഴും നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങില്ല. അത് സൈക്കോളജിയാണ്. അത് മൈൻഡാണ്. നമുക്ക് കാണിക്കുന്നുണ്ടാവും ചാർട്ട് അല്ലെങ്കിൽ പ്രൈസ് നമ്മളോട് ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉള്ള പ്രോഫിറ്റിനെ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെറിയ നഷ്ടമാണെങ്കിൽ അത് ബുക്ക് ചെയ്ത് ഇറങ്ങണം. അപ്പൊ ഇവിടെയൊക്കെയാണ് നിങ്ങൾ അറിയാണ്ട് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ ക്യാൻഡിൽ കഴിഞ്ഞ് പിന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വേഗം ഇറങ്ങി മാറണം. ഫൈൻ. ഡോജി മർബൂസും ഓക്കെ അല്ലേ? 10 മിനിറ്റ് കൂടി ഉണ്ടാവുമോ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ? ഇനി നമുക്ക് അടുത്ത ദിവസം എടുക്കാം, പ്രശ്നമില്ല. ഇന്നത് ലോഡായോ? യെസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് കിട്ടിയില്ല കേട്ടോ, സോറി. ക്ലിയർ ആയി. കണ്ടിന്യൂ ചെയ്യണോ? ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പുതിയ കാൻഡിൽസ് ഞാൻ പറയും. അത് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതില് ഈ ഒരു ഡ്രാഗൺ ഫ്ലൈയുടെ ആ ഒരു ഡോജിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മള് അപ് ട്രെൻഡിലെ ലാസ്റ്റിൽ അങ്ങനെ കണ്ടിട്ട് പിന്നെ നമ്മളത് പിന്നെ അത് ബുള്ളിഷ് ആണോ ബെയറിഷ് ആയിട്ടാണോ വരിക എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അപ് ട്രെൻഡിന്റെ അവസാനമാണ് ഇത് കാണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് കണ്ടേന്ന് വെക്കും. നെക്സ്റ്റ് ക്യാൻഡിൽ വരുന്നത് ഒരു റെഡ് ആണ്, അല്ലെങ്കിൽ എഗെയിൻ ഒരു ഡോജി ആണെങ്കിൽ നമുക്കൊന്ന് സംശയിക്കാം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആയെങ്കിൽ നമുക്കൊന്ന് ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, അതൊരു കാര്യം. ഇനി അല്ല, ഈ ഡ്രാഗൺ ഫ്ലൈ അപ് ട്രെൻഡിൽ കണ്ടതിന് ശേഷം, അതായത് അറ്റ് ദ ഹൈ ഉള്ള സ്റ്റോക്കുകൾക്കാണോ ഞാൻ പറഞ്ഞ, പ്രൈസ് ഹിസ്റ്ററി ഇല്ല, റെസിസ്റ്റൻസ് അല്ല എന്നുള്ള കേസുകളാണ്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണ് ഉണ്ടാവണേന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഇഗ്നോർ ചെയ്യേണ്ടി വരും. എന്താ കാരണം? അത് അപ് ട്രെൻഡ് ആണ്, നമുക്ക് റെസിസ്റ്റൻസ് ഹിറ്റ്, എന്താ പറയാ, ഒരു പാറ്റേൺ അവിടെ പ്രീവിയസ് ഹിസ്റ്ററി ഇല്ല. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ഈ പാറ്റേണിന്റെ റെലവൻസ് അടുത്തൊരു ക്യാൻഡിൽ കൊണ്ട് അത് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വിക്കിന്റെ ഒക്കെ മുകളിൽ പോയി ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതിന് റെലവൻസ് ഇല്ല. ഈ ക്യാൻഡിലെ പിന്നെ നോക്കണ്ട. അപ്പൊ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഒരു റെഡ് ക്യാൻഡിലും കൂടിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്, അത് ഉറപ്പാണ്.
ഒരു റിവേഴ്സലാണ്. നല്ല റെഡ് ക്യാൻഡിൽ കേട്ടോ, ഞാൻ പറയുന്നത് വളരെ ചെറിയ ഡോജി പോലത്തെ ക്യാൻഡിൽസ് അല്ല, അത്യാവശ്യം നല്ലൊരു നമുക്ക് മർബൂസും അല്ലെങ്കിൽ കൂടെ ഒരു നല്ല ബോഡിയുള്ള റെഡ് ക്യാൻഡിലൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മാറിക്കാം, തെറ്റില്ല. റിവേഴ്സൽ ആണ് എന്ന് പുതിയതായിട്ട് ട്രേഡ് എടുക്കുകയല്ലോ ചെയ്യണം, നമ്മളവിടെ എക്സിറ്റ് അടിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് കാണുന്നത് എക്സിറ്റിംഗ് പോയിന്റിലല്ലേ. ക്ലിയർ ആണോ? ഞാൻ ആൻസർ ചെയ്തോ ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, കുറച്ച് ഇതിൽ കണ്ടുപിടിക്കണുണ്ട്. എന്നാൽ മാത്രമാണ് ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിത് പറയണതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് കാണണ്ടേ. കാണുന്നിടത്ത് ഇത് ചിലപ്പോൾ സൈഡ് വേസ് തോന്നുന്ന സ്ഥലത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, ഇത് കുറച്ചു നേരം കാണിച്ചതിന് ശേഷം എന്താണ് നടന്നത്, ബ്രേക്ക് ഡൗൺ ആണോ, ബ്രേക്ക് ഔട്ട് ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തൊരാളെ കൂടി പറയട്ടെ. ഒരു 4 പേരെ പറയേണ്ടി വരും. എനിക്കൊരു 10 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ആണ് സംശയമാവും. ഇതിന് ഹോംവർക്ക് ഉണ്ടെങ്കിലേ ശരി, അപ്പൊ പിന്നെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവൂലേ? അപ്പം അതിനേക്കാളും ഇതിന്റെ ഓക്കെ, ഇന്ന് അതൊരു കാര്യം, ഇത് മതി, നമുക്ക് നിർത്താം, കുഴപ്പമില്ല. ഞാനത് ബാക്കി നെക്സ്റ്റ് ഡേ പറയാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ചോദിക്കുക. ഉണ്ടാവും, സംശയങ്ങൾ വരും, നമുക്ക് നോക്കാം. ഇനിയിപ്പോ എന്തായാലും ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് അസൈൻമെന്റ് എന്നുള്ളത് ഗ്രൂപ്പിൽ തരാം. ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഡോജികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് എന്താണ് ഡോജി കഴിഞ്ഞിട്ട് നടന്നത്, പലതരം ഡോജി പഠിച്ചു കേട്ടോ, ഓരോ ഡോജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അത് എന്താണ് നടന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം. ഓരോ നമ്മളിപ്പോ തുടങ്ങണേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രൈസിനും ഡോജിക്കും, ഐ മീൻ ക്യാൻഡിൽസിനും. കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ക്യാൻഡിൽസിലേക്ക് നോക്കില്ല കേട്ടോ, വറി ചെയ്യണ്ട. ക്യാൻഡിൽസ് നോക്കിയിട്ടാണോ ട്രേഡ് ചെയ്യണേന്നൊക്കെ നമ്മൾ പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, അത് ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ക്യാൻഡിൽസ് നോക്കിയിട്ടല്ല മുഴുവൻ ട്രേഡ് ചെയ്യുക. പലതും നമ്മൾ ഇനി ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ പഠിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനെ വെച്ചിട്ടല്ല ട്രേഡ് ചെയ്യണം. ഭയങ്കരമായിട്ട് വറി ചെയ്യണ്ട. ഇത് കഴിഞ്ഞിട്ട് എന്ത് നടക്കും, അല്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യോ എന്നുള്ള പ്രശ്നമൊന്നും ആലോചിക്കാം. വേറെ എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, സോ വേറെ ഒന്നും ഇല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാനേ. ഒരു കാര്യം, ഈ സിയാനഗ്രോ എടുത്തില്ലേ ഇപ്പം, അപ്പൊ അതില് ആ ഡേ തുടങ്ങിയപ്പോ തന്നെ ഇതർ അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് ആയിരുന്നോ? അങ്ങനെയാണോ? നോക്കണ്ട വരും, നോക്കാം. അതാണ്ട് ഇപ്പൊ എടുത്ത ഇത് തന്നെ അല്ല, അത് പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ടൈം ഫ്രെയിം നോക്കിയതോ എവിടേക്കാണുള്ളത്. ഡേ ആണ്. ഞാൻ ഇവിടെ റീസെന്റ് ആയിട്ട് വന്നതിൽ അത് എൽസിയ, ഇത് യൂസ് ചെയ്യും. ഓക്കെ, 22 അല്ലേ. അവിടെയൊക്കെ അങ്ങനെ ഞാൻ സംഭവിച്ചാണ്. 1 ഹവറിലൊക്കെ ഫസ്റ്റ് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എൽസി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കയറാനുള്ള ആദ്യത്തെ ഒരു 1 ഹവറിൽ കയറിയിട്ടുണ്ട്, പിന്നെ യൂസ് ചെയ്യണം. ഇവിടെയൊക്കെ യൂസ് അടിക്കുമ്പോഴും ഫസ്റ്റ് തന്നെ രാവിലെ തൊട്ടേ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ട്രേഡ് നടന്നിട്ടുണ്ടാവില്ല. അതാ എന്റെ സംശയം. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് നടക്കില്ല കേട്ടോ. അത് പിന്നെ ചില സ്റ്റോക്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ സ്മോൾ ക്യാപ്പിന് എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഐ മീൻ 20% ഉള്ളവർക്ക് ഇല്ല. അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 14 അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരിക്കും. അത് ഈ ട്രേഡ് ഡേ തുടങ്ങുമ്പോ തന്നെ യൂസ് ചെയ്യാവുന്നത് എങ്ങനെ? ഇത് നേരത്തെ മുന്നേ വാങ്ങിച്ചു വെക്കുവോ? രാവിലത്തെ ഓർഡേഴ്സ് ഒക്കെ പ്രീ ഓർഡർ ആണോ? പ്രീ ഓർഡർ ആവാം. ഓ, ഈ ഓർഡറിൽ സംഭവിച്ചിത് മുന്നേ അറിയുന്നവരുണ്ട്. രാത്രിയൊക്കെ ഓർഡർ ഇട്ടിട്ട് ബാക്കിയൊക്കെ നോക്കിയിട്ട്, പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ യൂസ് എൽസി ഒക്കെ കുറച്ച് മാനിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഈ സിയാനഗ്രോ പോയതും വന്നതും ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. പല ന്യൂസുകളുടെയും ബേസ്ഡ് ആണ്. നമ്മള് ചിലതൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലത് നമുക്ക് ഇങ്ങനെ നമ്മളിതിൽ നല്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ കയറി നമുക്ക് റൈഡ് കിട്ടിയെന്ന് വെച്ചാൽ നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരിയാണ്, റൈഡൊക്കെ നമ്മൾ മേടിക്കും, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. ഇതിൽ എനിക്കറിയില്ല എത്ര പേര് നന്നായിട്ട് അങ്ങനെ എക്സെപ്റ്റ് ചെയ്യണവരുണ്ടോന്ന്. ഞാൻ കുറെ പേരെ കണ്ടിട്ടുള്ളത് എക്സിറ്റ് ചെയ്യാൻ മടിയുള്ളവരെയാണ്. പ്രോഫിറ്റ് കിട്ടിയാലും നമ്മൾ എക്സിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലോസ് ചെറുതാണെങ്കിൽ പോലും നമ്മൾ എക്സിറ്റ് ചെയ്യാണ്ട് പിടിച്ച് നിൽക്കും. പലപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ സംശയം? ഓക്കെ, ഇനി ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശരി. ശരി. ഓക്കെ, താങ്ക് യു.